ഫജാമഅതുഹാ, അവളുമായി ശാരീരിക ബന്ധം സ്ഥാപിച്ചു നബിയേ. ഞാൻ അവസാനം എന്റെ ആ വൃത്തിഹീനമായ പണി കഴിഞ്ഞ് ഞാൻ ആ ഖബറിൽ നിന്ന് മെല്ലെ മുകളിലേക്ക് കയറിയപ്പോ ഇത് ഖാമത്തുൽ ജാരിയ, ആ ഖബറിൽ ആ പെണ്ണ് എഴുന്നേറ്റ് നിന്നുകൊണ്ട് ഒരശരീരി കേൾക്കുന്നത് പോലെ ഞാൻ കേൾക്കുകയാണ്. വൈലക യാ ശാബ്, വൈലക യാ ശാബ് أوقفتني جنبا بين عساكر الموتى. യടാധികാരിയായ ചെറുപ്പക്കാരാ, അഹങ്കാരിയായ ചെറുപ്പക്കാരാ, അല്ലാഹുവിന്റെ ഇഷ്ടദാസന്മാരുടെ ഇടയിൽ ഒരു വലിയ ശുദ്ധിക്കാരിയായി എന്നെ നിക്ഷേപിച്ച മോനെ, എന്നെ നിക്ഷേപിച്ച വ്യക്തിയെ, ലാ തസ്തഹി ദയ്യാന മിൻ യൗമിദ്ദീൻ, പടച്ച റബ്ബിനെ നീ ഭയപ്പെടാത്തവനായ ധിക്കാരിയായല്ലോ. അലാ തസ്തഹി, നാളെ റബ്ബിന്റെ കോടതിയെ നീ ലജ്ജിക്കുന്നില്ലേ? നാളെ മർദിതർക്ക് വേണ്ടി അവൻ നീതി വാങ്ങാൻ വേണ്ടി അവന്റെ സിംഹാസനത്തിലിരിക്കുമ്പോ ആ ഒരു രംഗത്തെ നീ ഭയപ്പെടുന്നില്ലേ ചെറുപ്പക്കാരാ? നിനക്ക് നാശം, നിനക്ക് നാശം, നിനക്ക് നാശം എന്നൊരാ ശരീരി ഞാൻ കേട്ടു യാ റസൂലല്ലാഹ്. ഞാൻ ഭയപ്പെട്ടുകൊണ്ട് പശ്ചാത്തപിച്ചു നബിയേ. പക്ഷേ എന്റെ മനസ്സിന് സമാധാനമില്ല ഹബീബേ. ഞാൻ അവിടുത്തെ സദസ്സിൽ വന്നതാണ്, എനിക്ക് മാപ്പുണ്ടോ? ഫഹല്ലി മിൻ തൗബാ, ഫഹല്ലി മിൻ തൗബാ, എനിക്ക് മാപ്പുണ്ടോ നബിയേ? ഫവസബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വഹുവ യദ്ഫഉ ഫീ ഖഫാ. അല്ലാഹുവിന്റെ റസൂൽ ഇത് കേട്ട മാത്രയിൽ സടകുടഞ്ഞെഴുന്നേൽക്കുകയാണ്. വളരെ ഗൗരവത്തോടെ അല്ലാഹുവിന്റെ റസൂൽ ചാടി എഴുന്നേറ്റ് ആ സഹോദരന്റെ പിടലയിൽ തട്ടിയിട്ട് ഉഖ്റുജു മിന്നീ, ഉഖ്റുജു മിന്നീ, ഇറങ്ങിപ്പോകൂ എന്റെ സദസ്സിൽ നിന്ന്, അല്ലാഹുവിന്റെ ശിക്ഷയെങ്ങാനും ഈ സദസ്സിൽ ഇറങ്ങുമെന്ന് ഞാൻ ഭയപ്പെടുന്നു, എന്നിൽ നിന്ന് ഇറങ്ങിപ്പോകണേ എന്ന് അല്ലാഹുവിന്റെ റസൂൽ ആ ചെറുപ്പക്കാരനോട് പറയുമ്പോ ഫഖറജ തായിബാ ഇലൽ ജബലി, മലഞ്ചരവുകളിലേക്ക്, പാറമടകളിലേക്ക് ആ ചെറുപ്പക്കാരനായ സഹാബി നിറകണ്ണുകളോടെ, നീറുന്ന മനസ്സോടെ, പശ്ചാത്താപത്തോടെ 40 ദിവസം മലമുകളിൽ പോയി പശ്ചാത്തപിക്കുകയാണ്. പശ്ചാത്തപിച്ച് പൊട്ടിക്കരയുകയാ, പൊട്ടിക്കരയുകയാ. നിറകണ്ണുകളോടെ റബ്ബിലേക്ക് തന്റെ പാപം സമർപ്പിക്കുകയാ. ഫലമ്മാ തമ്മലഹു 40 ലൈലാ, 40 ദിനരാത്രങ്ങൾ ആ പർവ്വതത്തിന്റെ മുകളിൽ പോയി റബ്ബിന്റെ മുന്നിൽ പൊട്ടിക്കരഞ്ഞ ചെറുപ്പക്കാരൻ 40 ദിവസം കഴിഞ്ഞപ്പോ തന്റെ മുഖത്തെ ആകാശത്തേക്ക് ഉയർത്തുകയാ. ഫഖാല, ആ ചെറുപ്പക്കാരൻ പറയുകയാണ്, യാ ഇലാഹ ആദം വ ഹവ്വാ, ആദമിന്റെ നാദാ, ഹവ്വാ ബീവിയുടെ റബ്ബേ, മുഹമ്മദ് നബിയുടെ നാദാ, ഇൻ ഗഫർത ലീ ഫഅലിം മുഹമ്മദൻ വഅസ്ഹാബഹു, ഞാൻ ഈ 40 ദിവസം നിന്നോട് പൊട്ടിക്കരഞ്ഞ കണ്ണുനീരുണ്ടല്ലോ, അത് നീ സ്വീകരിച്ചുവെങ്കിൽ നീ പുറത്തു തന്നുകൊണ്ട് മുഹമ്മദ് നബിയെയും അവിടുത്തെ അനുയായികളെയും നീ അറിയിക്കണേ റബ്ബേ. വഇല്ലാ, ഇനി നീ എനിക്ക് മാപ്പ് നൽകിയിട്ടില്ല എങ്കിൽ ഫഅർസിൽ നാറം മിനസ്സമാ, ആകാശലോകത്ത് നിന്ന് നീ തീയിറക്കണേ അല്ലാഹ്. ഫാഹിരിക്നി
എന്നെ കരിക്കണേ റബ്ബേ, എന്നെ കരിക്കണേ റബ്ബേ, വനജിനി മിൻ അദാബിന്നാർ. നാളെ നരകത്തിന്റെ തീയിൽ നിന്ന്, നരകത്തിന്റെ ശിക്ഷകളിൽ നിന്ന് എന്നെ ഒന്ന് രക്ഷപ്പെടുത്തണേ അല്ലാ. ഈ ദുനിയാവിൽ എന്നെ നീ നശിപ്പിച്ചാലും ആഖിറത്തിൽ നിന്ദിക്കല്ലേ അല്ലാ. ബഹുമാനപ്പെട്ട ചെറുപ്പക്കാരനായ സഹാബി 40 ദിവസം റബ്ബിന്റെ കോടതിയിൽ നിറകണ്ണുകളോടെ തന്റെ ആവലാതി ബോധിപ്പിച്ചപ്പോ നസലൽ അമീൻ മലക് ജിബ്രീൽ അലൈഹിസ്സലാം, ബഹുമാനപ്പെട്ട ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഇറങ്ങി വന്നുകൊണ്ട് അല്ലാഹുവിന്റെ റസൂലിന്റെ സവിധത്തിൽ വന്ന് നബി തങ്ങൾക്ക് സലാം ചൊല്ലുകയാണ്. ഹബീബേ, അല്ലാഹു അങ്ങേക്ക് സലാം പറഞ്ഞിരിക്കുന്നു, സലാം അടക്കൂ നബിയേ. അല്ലാഹുമ്മ അന്ത സലാം വമിൻക സലാം വഇലൈക യർജിഉ സലാം. ശേഷം ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിക്കുകയാണ്, നബിയേ, അല്ലാഹു എന്നോട് ചോദിക്കാൻ പറഞ്ഞിരിക്കുകയാണ്, അന്ത ഖലഖതൽ ഖൽഖ അം ഖലഖല്ലാഹ്. നബിയെ, താങ്കളാണോ സൃഷ്ടികളെ സൃഷ്ടിച്ചത്, അതല്ല അല്ലാഹുവാണോ സൃഷ്ടികളെ സൃഷ്ടിച്ചത്? ബഹുമാനപ്പെട്ട നബി തങ്ങൾ പറഞ്ഞു, ബൽ ഖലഖനി വ ഖലഖഹും. അല്ലാഹുവാണ് എന്നെയും ഈ ലോകത്തുള്ള സകല ചരാചരങ്ങളെയും സൃഷ്ടിച്ചത്. വീണ്ടും ജിബ്രീൽ ചോദിക്കുകയാണ്, അന്ത തർസുഖുഹും അം റസഖല്ലാഹ്. നിങ്ങളാണോ അവർക്ക് വിഭവങ്ങൾ നൽകുന്നത്, അതല്ല പടച്ചവനാണോ നൽകുന്നത്? നബി തങ്ങൾ മറുപടി പറഞ്ഞു, അല്ലാഹുവാണ് എനിക്കും ഈ ലോകത്തുള്ളവർക്കും റിസ്ക് നൽകുന്നത്. മൂന്നാമതായി ജിബ്രീൽ ചോദിക്കുന്നു, അന്ത തതൂബു അലൈഹിം ഔ യതൂബുല്ലാഹ്. നബിയേ, കണ്ണുകളോടെ അവിടുത്തെ സദസ്സിലേക്ക് വരുന്നവർക്ക് മാപ്പ് ചെയ്തു കൊടുക്കുന്നത് അങ്ങാണോ അല്ലാഹുവാണോ? പശ്ചാത്താപം സ്വീകരിക്കുന്നത് അല്ലാഹുവാണോ അങ്ങാണോ? നബിയേ, നബിയുനാ റസൂലുള്ളാഹി തങ്ങൾ പറയുകയാണ്, ഇല്ല ഇല്ല, അല്ലാഹുവാണ് മാപ്പ് ചെയ്യുന്നത്, അല്ലാഹുവാണ് മാപ്പ് ചെയ്യുന്നത്. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറയുകയാണ്, തുബ് അലാ അബ്ദിൻ തുബ് അലാ അബ്ദിൻ ഫഇന്നല്ലാഹ താബ അലൈഹി. നബിയേ, ഖബർമാദിയായ ചെറുപ്പക്കാരനായ മനുഷ്യൻ തന്റെ ഖബറിൽ വെച്ച് വൃത്തിഹീനമായ പ്രവൃത്തി ചെയ്തിട്ട് അവിടുത്തെ സദസ്സിലെ സമാധാനത്തിന് വേണ്ടി വന്നപ്പോ ആട്ടിപ്പായിച്ചില്ലേ നബിയേ? ആ ചെറുപ്പക്കാരൻ 40 ദിവസം നിറകണ്ണുകളോടെ റബ്ബിലേക്ക് പശ്ചാത്തപിച്ചു. അല്ലാഹു അദ്ദേഹത്തിന് പുറത്തു കൊടുത്തു നബിയേ, പുറത്തു കൊടുത്തു നബിയേ. അങ്ങേക്ക് സന്തോഷ വർത്തമാനം അറിയിക്കൂ യാ റസൂലല്ലാഹ്. തൗബയിലൂടെയാണ്, പശ്ചാത്താപത്തിലൂടെയാണ് അല്ലാഹുവിലേക്ക് നാം മടങ്ങേണ്ടത്. അല്ലാഹുവിലേക്ക് നാം മടങ്ങേണ്ടത് പശ്ചാത്താപത്തിലൂടെയാണെങ്കിൽ ആ പശ്ചാത്താപം എങ്ങനെയാണ് നാം ചെയ്യേണ്ടത്? തൗബ ചെയ്യേണ്ടത് എങ്ങനെയാണ്? ആ തൗബായ്ക്ക് മുമ്പ് സ്വീകരിക്കേണ്ട നിലപാടുകൾ എന്താണ്? പാവങ്ങളെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റെടുക്കും. അല്ലാഹുവിന്റെ ദാസന്മാരായ, അല്ലാഹുവിന്റെ ദാസിമാരുടെ സകലമാന പാവങ്ങളും പടച്ച തമ്പുരാൻ ഏറ്റെടുക്കും. ബഹുമാനപ്പെട്ട നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഇന്നല്ലാഹ യുബ്സിതു യദഹു ബില്ലൈൽ ലിയതൂബ മുസീഉൻ നഹാർ. ഇന്നല്ലാഹ യബ്സുതു യദഹു ബില്ലൈൽ ലിയതൂബ മുസീഉൻ നഹാർ വയബ്സുതു യദഹു ബിന്നഹാർ ലിയതൂബ മുസീഉൽ ലൈൽ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ദാസന്മാരുടെ കണ്ണുനീരുകൾ കാണാൻ, അവന്റെ പാവങ്ങളെല്ലാം ഏറ്റെടുക്കുന്നതിന് വേണ്ടി പകലിന്റെ സമയങ്ങളിൽ ചെയ്ത പാവങ്ങൾ അതെല്ലാം ഏറ്റെടുക്കാൻ അവൻ പാതിരാ സമയത്ത് നിറകണ്ണുകളോടുകൂടി അല്ലാഹുവിലേക്ക് സകലവും സമർപ്പിക്കുന്ന തന്റെ അടിമകളുടെ പശ്ചാത്താപം സ്വീകരിക്കാൻ അവൻ തൗബയുടെ വാതിൽ തുറന്നിട്ടിരിക്കുകയാണ്. ലിയതൂബ മുസീഉൻ നഹാർ.
പാതിരാ സമയത്ത് തെറ്റ് ചെയ്ത മനുഷ്യ, പാതിരാ സമയത്ത് തെറ്റ് ചെയ്ത മനുഷ്യ, പാവങ്ങളുമായി പാവങ്ങളുടെ കൂമ്പാരവുമായി പടച്ച റബ്ബിന്റെ കോടതിയിലേക്ക് നിറകണ്ണുകളോടുകൂടി നീ മടങ്ങിയാൽ അവൻ നിന്റെ പാപം ഏറ്റെടുക്കുമെന്ന് ഹബീബുനാ റസൂലുള്ളാഹി. ويتوب مسيء النهار ويتوب مسيء النهار. പാതിരാ സമയത്ത് ചെയ്യുന്ന പാപം പകലിൽ അവൻ ഏറ്റെടുക്കുമെന്ന് നബി തങ്ങൾ പറയുമ്പോ, പകലിന്റെ സമയത്ത് ചെയ്യുന്ന പാപം ഏറ്റെടുക്കാൻ പാതിരാ സമയത്ത് അവൻ ഇതാ തൗബയുടെ വാതിൽ തുറന്നിട്ടിരിക്കുകയാണ്. നബിയുനാ റസൂലുള്ളാഹി രാത്രി ചെയ്യുന്ന പാവം പകലിൽ അള്ളാഹു അത് ഏറ്റെടുക്കുന്നു, പകലിൽ ചെയ്യുന്ന പാവം രാത്രി അള്ളാഹു ഏറ്റെടുക്കും. അതുകൊണ്ട് നമ്മൾ ഒരു തെറ്റ് ചെയ്താൽ, ഒരു പാവം ചെയ്താൽ ഉടൻ തന്നെ അള്ളാഹുവിലേക്ക് മടങ്ങണം, പടച്ചവനിലേക്ക് മടങ്ങണം. വബിൽഅസ്ഹാരി ഹും യസ്തഗ്ഫിറൂൻ വബിൽഅസ്ഹാരി ഹും യസ്തഗ്ഫിറൂൻ تتجافى جنوبهم عن المضاجع يدعون ربهم خوفا وطمعا يدعون ربهم خوفا وطمعا. അല്ലാഹു സുബ്ഹാനഹു വ തആല പാവങ്ങൾ ഏറ്റെടുക്കും. പകൽ ചെയ്ത പാവം രാത്രി, രാത്രി ചെയ്ത പാവം പകൽ. പെട്ടെന്ന് നിങ്ങൾ തൗബ ചെയ്താൽ, ഒരു തെറ്റൊരാൾ ചെയ്താൽ ഉടൻ തന്നെ തൗബ ചെയ്യണം. അതാണ് നബി തങ്ങൾ പറയുന്നത്. അൻഉമ്മി ഇസ്മത്തുൽ ഔസിയ്യ റളിയല്ലാഹു അൻഹാ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, മാ മിൻ മുസ്ലിമിൻ യുദ്നിബു ദൻബാ ഇല്ലാ വഖഫൽ മലകു ثلاث ساعات فإن تاب واستغفر لم يكتبه ولم يعذبه الله يوم القيامة. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതായി ഉമ്മി ഇസ്മത്തുൽ ഔസിയ്യ റളിയല്ലാഹു അൻഹ പറയുകയാണ്, മുസ്ലിമീങ്ങളായ സഹോദരാ, മുസ്ലിമായ സഹോദരാ, മുസ്ലിമത്തായ സഹോദരി, സഹോദരാ, സഹോദരി, ആരെങ്കിലും നിങ്ങളിൽ നിന്നൊരാൾ ഒരു പാപം ചെയ്തു എന്നിരിക്കട്ടെ, ഇല്ലാ വഖഫൽ മലകു ثلاث ساعات 3 മണിക്കൂർ സമയം അവന്റെ പാപങ്ങളെല്ലാം പഴുകിക്കളയുന്നതിന് വേണ്ടി അവൻ പശ്ചാത്തപിച്ചാൽ റബ്ബിന്റെ കോടതിയിലേക്ക് ഇതാ അവന്റെ പാപങ്ങൾ എത്തിക്കാതിരിക്കാൻ മലക്കുകൾ ഏറ്റെടുത്തിരിക്കുകയാണ്. ഒരു പാപം ചെയ്ത ഒരു മനുഷ്യൻ 3 മണിക്കൂറിനുള്ളിൽ അവൻ തന്റെ പാപത്തിൽ നിന്ന് പശ്ചാത്തപിച്ച് മടങ്ങിയാൽ ലം യക്തുബുഹു, അവൻ പാപിയായി രേഖപ്പെടുത്തുകയേ ഇല്ല. വലം യുഅദ്ദിബുഹു അല്ലാഹു യൗമൽ ഖിയാമ, നാളെ ഖിയാമത്ത് നാളിൽ ഇവൻ പാപം ചെയ്തവന്റെ പട്ടികയിൽ പെടുകയില്ല എന്ന് ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ, പാപം ചെയ്താൽ താമസിപ്പിക്കരുതേ, താമസിപ്പിക്കരുതേ, ഉടൻ തന്നെ നിങ്ങൾ പശ്ചാത്തപിച്ച് മടങ്ങണമേ നബിയുനാ റസൂലുള്ളാഹി. പെട്ടെന്ന് തന്നെ മടങ്ങണം, പെട്ടെന്ന് തന്നെ മടങ്ങണം. 3 മണിക്കൂർ സമയം എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? ആ പാവം ചെയ്തിട്ട് 2 മണിക്കൂറാണല്ലോ, പിന്നെ 1 മണിക്കൂറിനുള്ളിൽ വീണ്ടും ഒരു പാവം കൂടെ ചെയ്തിട്ട് എല്ലാം കൂടെ ഒരുമിച്ച് 3 മണിക്കൂറിൽ നമുക്ക് പെട്ടെന്ന് അങ്ങോട്ട് തൗബ ചെയ്യാം. അതല്ല അതിന്റെ അർത്ഥം, അതല്ല അതിന്റെ അർത്ഥം. വളരെ പെട്ടെന്ന് ചെയ്യാൻ ഒരു ഏകദേശം ഒരു സമയമാണ് നമുക്ക് നബി തങ്ങൾ പഠിപ്പിച്ചത്. വളരെ പെട്ടെന്ന്. എപ്പോഴാണ് തൗബ ചെയ്യേണ്ടത്? എപ്പോഴാണ് തൗബ ചെയ്യേണ്ടത്? ഖുർആൻ പറയുന്നു, ഇന്നമ തൗബതു അലല്ലാഹ്, ഇന്നമ തൗബതു അലല്ലാഹ് ലില്ലദീന യഅമലൂന السوء بجهالة ثم يتوبون من قريب فأولئك يتوب الله عليهم وكان الله عليما حكيما. തൗബ
പശ്ചാത്താപം എന്ന് പറഞ്ഞാൽ ഇന്നമത് തൗബതു അലല്ലാഹ്, അല്ലാഹു സ്വീകരിക്കുന്ന തൗബ എന്ന് പറഞ്ഞാൽ, അവൻ സ്വീകരിക്കുന്ന പശ്ചാത്താപം എന്ന് പറഞ്ഞാൽ ലില്ലദീന യഅമലൂന സൂഅ ബിജഹാല, ആരെങ്കിലും അറിവില്ലായ്മയുടെ പേരിൽ, വിവരമില്ലായ്മയുടെ പേരിൽ, അവന്റെ സാഹചര്യത്തിന്റെ സമ്മർദ്ദത്താൽ അവൻ തെറ്റിലേക്ക് വീണു പോയെങ്കിൽ യതൂബൂന മിൻ ഖരീബ്, താമസിക്കാതെ അവൻ ഉടൻ തന്നെ പശ്ചാത്തപിച്ചു കൊള്ളട്ടെ. താമസിപ്പിക്കരുതേ. പാതിരാ സമയത്ത് തെറ്റ് ചെയ്ത മനുഷ്യ, നേരം വെളുക്കുന്നത് വരെ പാപത്തിൽ നിന്ന് പരിഹാരം കാണാൻ നീ പ്രതീക്ഷിക്കരുതേ. ഉടൻ തന്നെ പശ്ചാത്തപിച്ച് മടങ്ങണമേ, ഉടൻ തന്നെ പശ്ചാത്തപിക്കണമേ. പകലിന്റെ സമയങ്ങളിൽ പാപം ചെയ്ത മനുഷ്യ, എപ്പോഴാണ് നീ മരിക്കുക എന്നറിയില്ല. നിന്റെ അന്ത്യം ഏത് സമയത്താണ് സംഭവിക്കുക എന്നറിയില്ല. നീ ചെയ്ത പാപങ്ങൾ നിറ കണ്ണുകളോടെ തന്റെ റബ്ബിലേക്ക് സമർപ്പിച്ചാൽ ഫൗലായിക യതൂബുല്ലാഹു അലൈഹിം, അല്ലാഹു അവന്റെ പശ്ചാത്താപം സ്വീകരിക്കുമെന്ന് പരിശുദ്ധ ഖുർആൻ. അതാണ് ഹബീബായ തങ്ങൾ പറഞ്ഞത്, ഉടൻ തന്നെ പശ്ചാത്തപിക്കണേ, അമാന്തിപ്പിക്കരുതേ, താമസിപ്പിക്കരുതേ. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, അല്ലാഹുവിന്റെ റസൂൽ എല്ലാ ദിവസവും 70-ലധികം പ്രാവശ്യം അല്ലാഹുവിനോട് പശ്ചാത്തപിക്കുമെന്ന് ബഹുമാനപ്പെട്ട നബി തങ്ങൾ പറഞ്ഞതായി അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു. വല്ലാഹി ഇന്നി ലഅസ്തഗ്ഫിറുല്ലാഹ കുല്ല യൗമിൻ അക്സറ മിൻ 70 മറ. പാപം ചെയ്യാത്ത ഹബീബായ തങ്ങൾ, പാപം കുറിച്ച് ചിന്തിക്കാത്ത ഹബീബായ തങ്ങൾ, പാപത്തിന്റെ വഴിയെ സഞ്ചരിക്കാത്ത ലോകത്തിന്റെ മുത്തേ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, എല്ലാ ദിവസവും ഞാൻ 70 പ്രാവശ്യം പശ്ചാത്തപിക്കാറുണ്ട്. എല്ലാ ദിവസവും 70-ൽ കൂടുതൽ പ്രാവശ്യം, മറ്റൊരു റിവായത്തിൽ 100 പ്രാവശ്യം എന്നും കാണാം. പ്രവാചകന്മാര് പോലും തൗബ ചെയ്യാറില്ലേ? പ്രവാചകന്മാര് പോലും പശ്ചാത്തപിച്ചില്ലേ? ആദ്യ പിതാവായ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം പശ്ചാത്തപിച്ചില്ലേ? ബഹുമാനപ്പെട്ട ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം ഒരു ദിവസമല്ല, ഒരു മാസമല്ല, ഒരു വർഷമല്ല, വർഷങ്ങളോളം 100 വർഷത്തോളം ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം നിറ കണ്ണുകളോടെ തന്റെ റബ്ബിന്റെ സമക്ഷത്തിലേക്ക് തന്റെ പാപങ്ങൾ ഏറ്റുപറഞ്ഞു എന്ന് പരിശുദ്ധമായ ഹദീസുകളിൽ കാണാമെങ്കിൽ, ബഹുമാനപ്പെട്ട ആദം നബിയും ബീവി ഹവ്വായും അലൈഹിമസ്സലവാത്തു വത്തസ്ലീമാത്ത് അല്ലാഹുവിനോട് പശ്ചാത്തപിച്ചത് ഖുർആൻ വിവരിക്കുകയാണ്. റബ്ബനാ ളലംനാ അൻഫുസനാ വഇൻ ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. ഒരു പ്രവാചകനാണ്, പ്രവാചക കുലത്തിലെ പ്രമുഖനാണ്, നമ്മുടെ ഉപ്പയാണ്, നമ്മുടെ ഉമ്മയാണ്. അവർ ചെയ്തു പോയ ഒരു പാപമാണോ? വലാ തഖറബാ ഹാദിഹി ശജറ ഫതകൂനാ മിനൽ ളാലിമീൻ. ഈ വൃക്ഷത്തിന്റെ സമീപത്തേക്ക് ആദമേ നീയും നിന്റെ ഭാര്യയും അടുക്കരുതേ എന്ന് പറഞ്ഞു പോയി. ആദം നബിയെ അല്ല പിശാച് വശീകരിച്ചത്, ആദമിന്റെ ഭാര്യയാണ് വശീകരിച്ചത്, ആദമിന്റെ തുണയെയാണ് വശീകരിച്ചത്, ആദമിന്റെ ഇണയെയാണ് വശീകരിച്ചത്. ബീവി ഹവ്വ ഒറ്റയ്ക്കിരുന്നപ്പോ പിശാച് ബീവി ഹവ്വയിലേക്ക് കടന്നു വന്നുകൊണ്ട് ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം ഇല്ലാത്ത സമയത്ത് ആ വൃക്ഷത്തിന്റെ സമീപത്തേക്ക് പോകുവാൻ പ്രേരിപ്പിക്കുകയും ആ പെണ്ണതിൽ വീണു പോവുകയും ചെയ്തുവെങ്കിൽ ഓർക്കണേ, ചിന്തിക്കണേ, അള്ളാന്റെ തീരുമാനമാണ്, അള്ളാന്റെ തീരുമാനമാ. ഖുല്ലഹ്ബിതു മിൻഹാ ജമിയാ. എന്റെ തീരുമാനങ്ങൾ സ്വീകരിക്കാത്തവർക്ക് ഈ സ്വർഗത്തിൽ ഒരു സ്ഥാനമില്ല, അവർക്ക് ഇടമില്ല, അവരുടെ സങ്കേതം ഇതല്ല. അതുകൊണ്ട് നിങ്ങൾ ഭൂമിയിലേക്ക് പോകണമേ, ഭൂലോകത്തേക്ക് പോകണമേ. നിങ്ങളെ ഇതാ നാം ഈ സ്വർഗത്തിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ്.
ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം വിട്ടോളാൻ പറഞ്ഞു. ഭൂമിയിലേക്ക് വന്നുകൊണ്ട് രണ്ടുപേരും നിറകണ്ണുകളോടെ തൗബ ചെയ്യുകയാണ്. റബ്ബനാ വലംനാ അൻഫുസനാ അല്ലാഹുവേ അല്ലാഹുവേ അല്ലാഹുവേ, ഞങ്ങൾ ഞങ്ങളുടെ സ്വന്തത്തോട് അക്രമം പ്രവർത്തിച്ചു പോയി പടച്ചവനെ. ഞങ്ങൾ രണ്ടുപേരും ഞങ്ങളുടെ ശരീരത്തോട് അക്രമം പ്രവർത്തിച്ചു പോയി. അല്ലാഹ് വഇല്ലം തഗ്ഫിർ ലനാ, നീ ഞങ്ങൾക്ക് മാപ്പ് നൽകിയില്ല എങ്കിൽ, വതർഹംനാ, നീ ഞങ്ങൾക്ക് പുറത്തു തന്നില്ല എങ്കിൽ, നീ ഞങ്ങളോട് കരുണ കാട്ടിയില്ല എങ്കിൽ, ലനകൂനന്ന മിനൽ ഖാസിരീൻ, ഞങ്ങൾ തീരാ നഷ്ടവാളികളായി പോകും പടച്ചവനെ, നഷ്ടപ്പെട്ടവരായി പോകും അല്ലാഹ്. ബഹുമാനപ്പെട്ട ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമും ബീവി ഹവ്വായും തൗബ ചെയ്യുകയാണ്, പശ്ചാത്തപിക്കുകയാണ്. 100 വർഷത്തോളം അവർ പശ്ചാത്തപിച്ചു. 100 വർഷത്തോളം അവർ പശ്ചാത്തപിച്ചു എന്ന് കാണാം ചരിത്രത്തിൽ. 100 വർഷത്തോളം. ചില ചരിത്രകാരന്മാർ പറയുന്നു 200 വർഷത്തോളം. ഫതലഖാ ആദമു മിർ റബ്ബിഹി കലിമാത് ഫതാബ അലൈഹി ഇന്നഹു ഹുവത് തവ്വാബുർ റഹീം. അല്ലാഹു സുബ്ഹാനഹു വ തആല ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ പശ്ചാത്താപം സ്വീകരിച്ചു. ചില വചനങ്ങൾ ഏറ്റുപറഞ്ഞുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മുന്നിൽ സകലവും സമർപ്പിച്ചപ്പോ പടച്ച തമ്പുരാൻ ഫതാബ അലൈഹി, അല്ലാഹു സുബ്ഹാനഹു വ തആല ആദം നബിക്ക് പുറത്തു കൊടുത്തു. ആദം നബിക്ക് തൗബ സ്വീകരിച്ചു. പ്രവാചകൻ തൗബ ചെയ്യുകയാണ്. പ്രവാചകൻ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ഖിബ്തിയിലെ ഒരു വ്യക്തിയെ ഒറ്റയടിക്ക് കൊന്നുകളഞ്ഞു. അത് കൊല്ലാൻ വേണ്ടി അടിച്ചതല്ല, ഒന്ന് പേടിപ്പിക്കാൻ വേണ്ടിട്ട് ഒന്ന് തൊട്ടതാണ്. ആളങ്ങ് തട്ടിപ്പോയി. ഒന്ന് ഭയപ്പെടുത്താൻ വേണ്ടിട്ട് ഒന്ന് തട്ടി, ആള് വടിയായി മരിച്ചുപോയി. ഉടനെ എന്താ ചെയ്തത് ബഹുമാനപ്പെട്ട മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം? ഖാല ഹാദാ മിൻ അമലി ശൈത്താൻ, അല്ലാഹുവേ ഇത് പിശാചിന്റെ പണിയായി പോയല്ലോ പടച്ചവനെ. വെറുതെ ആദ്യം അങ്ങോട്ട് അടിയും അടുക്ക് ഉണ്ടാക്കിയിട്ട് സംഭവിച്ചു. അവനെ കൊല്ലാൻ വേണ്ടി ഞാൻ ചെയ്തതല്ല, അതറിയാതെ ഒന്ന് ഭീഷണിപ്പെടുത്താൻ ചെയ്തതാണ്. ആള് തട്ടിപ്പോയി, വടിയായി പോയി. പടച്ചവനെ ഇത് വല്ലാത്ത ശൈത്താന്റെ പണിയായി പോലെ. ഉടനെ ബഹുമാനപ്പെട്ട മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം എന്താ ചെയ്തത്? തൗബ ചെയ്തു. ഖാല റബ്ബി ഇന്നി ളലംതു നഫ്സി ഫഗ്ഫിർ ലീ, അല്ലാഹുവേ ഞാൻ എൻ്റെ സ്വന്തത്തോട് അക്രമം കാട്ടി നാദാ, നീ എനിക്ക് പുറത്തു തരണേ പടച്ചവനെ, പുറത്തു തരണേ പടച്ചവനെ. ഫഗഫറ ലഹു, അല്ലാഹു പുറത്തു കൊടുത്തു. അല്ലാഹു പുറത്തു കൊടുത്തു. പ്രവാചകന്മാരുടെ കാര്യമാണ്. പ്രവാചകന്മാരുടെ കാര്യം. ബഹുമാനപ്പെട്ട യൂനുസ് നബി അലൈഹിസ്സലാത്തു വസ്സലാം ദഅവത്ത് ചെയ്ത് ആരും സ്വീകരിക്കാതെ വന്നപ്പോൾ അവിടെ നിന്ന് ഒളിച്ചോടി എന്ന് പറഞ്ഞാൽ എങ്ങനെയെങ്കിലും നാട്ടിൽ നിന്ന് പോയാൽ മതി. അങ്ങനെ പോയി. അത് അള്ളാന്റെ തീരുമാനം. പരീക്ഷണങ്ങളൊക്കെ വരും, അതിനെ തരണം ചെയ്ത് കഴിഞ്ഞുകൂടണം. ദീനിന്റെ ദഅവത്ത് ചെയ്യുന്നവർക്കും അല്ലാഹുവിന്റെ ദീനിന്റെ മാർഗത്തിൽ പ്രവർത്തിക്കുന്നവർക്കും പള്ളികളിലൊക്കെ ജോലി ചെയ്യുന്നവർക്കും എല്ലാം വലിയ ത്യാഗങ്ങൾ ഉണ്ടാകും. ആ ത്യാഗത്തിൽ എന്ത് ചെയ്യണം? സഹിക്കണം, ക്ഷമിക്കണം, പിടിച്ചു നിൽക്കണം. അതുകൊണ്ടല്ലേ പള്ളികളിലൊക്കെ വലിയമാർക്ക് വല്ലാത്ത ഭീഷണികളാണ്. അവരെ കുറ്റം, ഇവരുടെ കുറ്റം, അതിങ്ങനെ പറഞ്ഞ് അദ്ദേഹത്തെ അവരെ വേദനിപ്പിച്ചുകൊണ്ടിരിക്കും. അതുകൊണ്ടല്ലേ ഒരു പള്ളിയിൽ സ്ഥിരമായിട്ട് വലിയാക്കന്മാരിക്കാത്തത്. നാട്ടുകാർ സമ്മതിക്കണ്ടേ? എന്തൊപ്പിത്തിനായി പ്രസാദം പറഞ്ഞിട്ട് വല്ലാത്ത പരീക്ഷണങ്ങളാണ് അവർ നേരിടുന്നത്. പക്ഷെ അതെല്ലാം അള്ളാഹ്ക്ക് വേണ്ടി സഹിച്ചും ക്ഷമിച്ചും കഴിഞ്ഞുകൂടും. അങ്ങനെയുണ്ട്. അതങ്ങനെ പിടിച്ചു നിൽക്കൽ അതൊരു ഈമാനിന്റെ ഭാഗമാണ്. അതിനെല്ലാം വിട്ടിട്ട് ഒളിച്ചോടുമ്പോ ചിലപ്പോൾ അള്ളാന്റെ പരീക്ഷ ഉണ്ടാവും.
ഒളിച്ചോടുമ്പോൾ അള്ളാന്റെ പരീക്ഷ ഉണ്ടാവും. അങ്ങനെ ഒളിച്ചോടി യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാം. وذنون إذ ذهب مغاضبا فظن أن لن نقدر عليه فنادى في الظلمات أن لا إله إلا أنت سبحانك إني كنت من الظالمين. കപ്പലിൽ പോയപ്പോ പറഞ്ഞല്ലോ, കപ്പലിൽ സംഭവം എല്ലാം അറിയാലോ. അതിനെടുത്ത് കടലിലേക്ക് ഇട്ടു. കടലിൽ ഇട്ട പാടെ ഒരു മത്സ്യം വിഴുങ്ങി. ആ മത്സ്യത്തെയും യൂനുസ് നബിയും കൂടെ മറ്റൊരു മത്സ്യം വിഴുങ്ങി. 40 ദിവസം വയറ്റിനകത്ത്. തൗബ ചെയ്തു ബഹുമാനപ്പെട്ട യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാം. തൗബ ചെയ്തു യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാം. വനാദാ ഫിൽ ളുലുമാത്, ആ ഇരുണ്ട തുരുത്തിൽ ആ വയറ്റിനകത്ത് കിടന്നുകൊണ്ട് ബഹുമാനപ്പെട്ട യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാം തൗബ ചെയ്യുകയാണ്. അല്ലാഹുവേ, നീ പരിശുദ്ധനാണ്, പടച്ചവനെ പരിശുദ്ധനാണ്. അല്ലാഹ്, ഞാൻ എന്റെ സ്വന്തത്തോട് അക്രമം പ്രവർത്തിച്ചു പോയി, ഞാൻ അക്രമികളിൽ പെട്ടുപോയി. നാദാ, നീ എനിക്ക് മാപ്പ് നൽകണേ അല്ലാഹ്, മാപ്പ് നൽകണേ അല്ലാഹ്. ബഹുമാനപ്പെട്ട യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാം നിറക്കണ്ണുകളോടെ റബ്ബിലേക്ക് പശ്ചാത്തപിച്ചപ്പോ ഫസ്തജബ്നാ ലഹു, നാം അദ്ദേഹത്തിന്റെ ആ കണ്ണുനീര് സ്വീകരിച്ചു. വനജ്ജൈനാഹു മിനൽ ഗം, അദ്ദേഹത്തിന്റെ വിഷമങ്ങളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും നാം അദ്ദേഹത്തെ കരകയറ്റി രക്ഷപ്പെടുത്തി. വകദാലിക നുൻജിൽ മുഅ്മിനീൻ, ഇത് പ്രവാചകന്മാരുടെ ചരിത്ര പാരമ്പര്യമാണെങ്കിൽ കാസർഗോഡ് പുതിയ ബസ് സ്റ്റാൻഡിൽ ഇരിക്കുന്ന സഹോദരങ്ങളെ, സഹോദരിമാരെ, പ്രഭാഷണം നടത്തുന്ന അബൂബക്കറെ, നമ്മെ നോക്കിക്കൊണ്ടാണ് പടച്ച തമ്പുരാൻ പറയുന്നത് വകദാലിക നുൻജിൽ മുഅ്മിനീൻ, നാം ഇവരെ രക്ഷപ്പെടുത്തിയതുപോലെ നിങ്ങളെയും നാം രക്ഷപ്പെടുത്തും, നിങ്ങളെയും നാം സഹായിക്കും. നിങ്ങളുടെ കണ്ണുനീരും നാം ഒപ്പിയെടുക്കും, നിങ്ങളുടെ പാപങ്ങളും ഞാൻ പുറത്തു തരും. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, തൂബൂ ഇലല്ലാഹ് യാ അയ്യുഹല്ലദീന ആമനൂ തൂബൂ ഇലല്ലാഹി തൗബതൻ നസൂഹാ. സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, പടച്ചവനിലേക്ക് പശ്ചാത്തപിച്ച് മടങ്ങണമേ എന്ന് അല്ലാഹു പറയുമ്പോ ഒരു കാര്യം കൂടി കൂട്ടിച്ചേർത്തുകൊണ്ടാണ് പറയുന്നത്, പശ്ചാത്തപിച്ച് മടങ്ങേണ്ട പ്രകാരം മടങ്ങണമേ. ഇവിടെയാണ് നമ്മൾ കുടുങ്ങിപ്പോകുന്നത്. പശ്ചാത്തപിക്കണമെന്ന് പറയുമ്പോൾ നമുക്കൊക്കെ പശ്ചാത്തപിക്കാൻ പറ്റും. പക്ഷെ പശ്ചാത്തപിച്ച് മടങ്ങേണ്ട പ്രകാരം മടങ്ങേണ്ടത് പോലെ, ഇസ്ലാമിക വിധി മാനിച്ചുകൊണ്ട് മടങ്ങേണ്ടത് പോലെ മടങ്ങണം. അതാണ് തൗബ. അല്ലാതെ ലൈറ്റ് അടച്ചിട്ട് അല്ലാ പഠിച്ചോനെ പുറത്തരണേ മാപ്പാക്കണേ എന്നിട്ട് ബിരിയാണി പൊതി മേടിച്ചുകൊണ്ടൊന്നും പോയാലൊന്നും ഞങ്ങളുടെ തൗബ സ്വീകരിക്കൂല. 27 ബിരിയാണി പൊതിക്ക് വേണ്ടിയിട്ട് തൗബായ്ക്ക് വരും. എങ്ങനെയെങ്കിലും ഇതൊന്ന് തീർന്നു കിട്ടാൻ വേണ്ടി മൊയ്ലിയാർ ഒരു അരമണിക്കൂറങ്ങാണ് ദുആ ഇച്ചിരി കൂടുതൽ ചെയ്തു പോയാലും മൊയ്ലിയാരെയും പിരാകും, കമ്മിറ്റിക്കാരെ ശപിക്കും. ആ ബിരിയാണിയിലേക്ക് നോക്കിയിട്ട് ബിരിയാണിയെ ശപിച്ചുകൊണ്ടിരിക്കും. ഇതാണ് തൗബ. അതുകൊണ്ട് അല്ലാഹു തആല ഒന്നുകൂടെ കുട്ടിയെ തൗബതൻ നസൂഹാ, തൗബതൻ നസൂഹാ, ആത്മാർത്ഥമായ നിലയിൽ അല്ലാഹുവിലേക്ക് നിങ്ങൾ തൗബ ചെയ്ത് മടങ്ങണം. എങ്ങനെയാണ് തൗബ ചെയ്യേണ്ടതെന്നുള്ള നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത്. അപ്പൊ നമുക്ക് തോന്നും ഇനി തൗബ ചെയ്യണോ വേണ്ടായോ എന്ന്. തൗബ സ്വീകരിക്കണമെങ്കിൽ എന്ത് വേണം? ബഹുമാനപ്പെട്ട അബൂ ഹുറൈറ റളിയല്ലാഹു, ബഹുമാനപ്പെട്ട ആയിഷ റളിയല്ലാഹു തആല അൻഹ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, ഇന്നൽ അബ്ദ ഇദാ അദ്നബ ثم اعترف فتاب تاب الله عليه كما قال رسول الله. ഒരാൾ തൗബ ചെയ്യേണ്ടത് എങ്ങനെ, പശ്ചാത്തപിക്കേണ്ടത് എങ്ങനെ? ഒരാൾ പാപം ചെയ്താൽ, ഒരു മനുഷ്യൻ പാപം ചെയ്താൽ, ഒരു സഹോദരനോ ഒരു സഹോദരിയോ തെറ്റ് ചെയ്താൽ
പടച്ച തമ്പുരാനോട് ഏറ്റുപറയണം, അല്ലാഹ് അല്ലാഹ് ഏറ്റുപറയണം, ഞാൻ ഇന്ന തെറ്റ് ചെയ്തു അല്ലാഹ്, ഞാൻ ഇന്ന തെറ്റ് ചെയ്തു അല്ലാഹ്, ഞാൻ ഇന്ന കുറ്റം ചെയ്തു അല്ലാഹ്, ഞാൻ ഇന്ന പാപം ചെയ്തു അല്ലാഹ്. ശേഷം അവൻ തൗബ ചെയ്ത് പശ്ചാത്തപിച്ച് മടങ്ങിയാൽ താബല്ലാഹു അലൈഹി, അല്ലാഹു അവന്റെ പശ്ചാത്താപം സ്വീകരിക്കും. അതാണ് തൗബ, അതാണ് തൗബ. ആദ്യം ഇഅ്തിറാഫ്. ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം അല്ലാഹുവിനോട് ഏറ്റുപറഞ്ഞതുപോലെ അതേപോലെ നമ്മളും അല്ലാഹുവോട് ഏറ്റുപറയണം, അല്ലാഹ് ഞാൻ ചെയ്ത പാപം, ഞാൻ വ്യഭിചരിച്ചു റബ്ബേ, ഞാൻ പെണ്ണിനെ പിടിച്ചു പടച്ചവന്, കള്ളു കുടിച്ചു പടച്ചവന്, ഹറാമായ സ്ഥലങ്ങളിലേക്ക് നോക്കി അല്ലാഹുവേ പടച്ചവനെ, ഞാൻ കൈകൊണ്ട് ഇന്നത് ചെയ്തു അല്ലാഹുവേ, ഇന്ന തെറ്റുകളും ചെയ്തു റബ്ബേ, അത് അധർമ്മമായി പോയി പടച്ചവനെ, അപകടമായി പോയി പടച്ചവനെ, അല്ലാഹുവേ ഞാനത് നിന്റെ മുന്നിൽ സമർപ്പിക്കുന്നു, ഏറ്റുപറയുന്നു, ഇനി മേലിലില്ല, നീ അത് ഏറ്റെടുക്കണം പടച്ചവനെ എന്ന് റബ്ബിനോട് നമ്മൾ ഏറ്റുപറയണം. നമ്മൾ മൊത്തത്തിൽ ചെയ്താൽ പറ്റൂലല്ലോ, ഒറ്റയ്ക്കിരുന്ന് ചെയ്താലേ പറ്റുള്ളൂ. മൊത്തത്തിൽ നമ്മൾ ഇരുന്ന് ചെയ്യാൻ പറ്റുമോ? ഇങ്ങനെ ഇപ്പൊ വ്യഭിചരിക്കാത്തവന് ഞാൻ വ്യഭിചരിച്ചു അല്ലാഹു പുറത്തു തരണേ എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, അതുകൊണ്ട് നമ്മൾ ഓരോരുത്തരും ഒറ്റയ്ക്കിരുന്ന് നമ്മൾ ചെയ്ത പാപം നമ്മളത് ഏറ്റുപറയണം പടച്ചവനോട്. രഹസ്യമായി ചെയ്ത പാപം രഹസ്യമായി അല്ലാഹുവിനോട് തൗബ ചെയ്യണം, പരസ്യമായി ചെയ്ത പാപം പരസ്യമായി അല്ലാഹുവിനോട് തൗബ ചെയ്യണം. ബഹുമാനപ്പെട്ട മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു ഖുൽതു യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലിനോട് ഞാൻ ചോദിക്കുകയാണ് നബിയേ, ഔസിനി, അല്ലാഹുവിന്റെ റസൂലേ എനിക്ക് ചില വസിയത്തുകൾ നൽകണേ, എനിക്ക് ചില ഉപദേശ നിർദ്ദേശങ്ങൾ നൽകണേ. ഖാല ലി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഫഖാല ലി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ എന്നോട് പറയുകയാ, ഏ മുആദേ ഇത്തഖില്ലാഹ്, അലൈക ബിതഖ്വല്ലാഹ്, عليك بتقوى الله ما استطعت واذكر الله عند كل حجر وشجر وما عملت من سوء فأحدث له توبة السر بالسر والعلانية بالعلانية. മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു തആല അൻഹു എങ്ങനെയാണ് എനിക്കൊരു ഉപദേശം നബിയെ അങ്ങ് നൽകുക, എനിക്കൊരു ഉപദേശ നിർദ്ദേശം നൽകണേ എന്ന് ബഹുമാനപ്പെട്ട നബി തങ്ങളോട് മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു ചോദിച്ചപ്പോ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞ മറുപടി എന്തെന്നറിയുമോ? മുആദേ അലൈക ബിതഖ്വല്ലാഹി മസ്തതഅത്, നിനക്ക് കഴിവുള്ളതുപോലെ നിന്റെ കഴിവനുസരിച്ച് നീ അല്ലാഹുവിനെ ഭയപ്പെടണമേ, റബ്ബിനെ സൂക്ഷിക്കണമേ, അവന്റെ വിധിവിലക്കുകളെ മാനിക്കണമേ. വദ്കുരില്ലാഹ ഇൻദ കുല്ലി ഹജരിൻ വശജരിൻ, എവിടേക്ക് തിരിഞ്ഞാലും, ഏത് ദിക്കിലേക്ക് തിരിഞ്ഞാലും, ഏത് മുക്കിലേക്കോ മൂലയിലേക്കോ തിരിഞ്ഞാലും നീ അല്ലാഹുവിനെ ഓർക്കണേ, അല്ലാഹുവിനെ സ്മരിക്കണേ, പടച്ച തമ്പുരാനെ സ്മരിക്കണേ. മുആദേ വമാ അമിൽത മിൻ സൂ, നിന്റെ ഭാഗത്ത് നിന്ന് ഒരു തെറ്റ് വന്നാൽ, ഒരു അപാകത വന്നാൽ, ഒരു ന്യൂനത വന്നാൽ, നീ ഒരു തെറ്റിലേക്ക് വീണുപോയാൽ ഫഅഹ്ദിസ് ലഹു തൗബാ, നീ പശ്ചാത്തപിച്ച് മടങ്ങണമേ, ഉടൻ തന്നെ നീ തൗബ പുതുക്കണമേ, ഉടൻ തന്നെ പശ്ചാത്തപിക്കണമേ. അസ്സിർറ ബിസ്സിർരി, രഹസ്യമായി ചെയ്ത പാപത്തിന് രഹസ്യമായി പശ്ചാത്തപിക്കണമേ. വൽ അലാനിയത ബിൽ അലാനിയ, പരസ്യമായി ചെയ്ത പാപത്തിന് പരസ്യമായി തന്നെ റബ്ബിനോട് മാപ്പ് പറയണേ. ബഹുമാനപ്പെട്ട നബി തങ്ങൾ എന്നെ ഉപദേശിച്ചുവെന്ന് മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു. മനസ്സിലായോ? രഹസ്യമായി ചെയ്തത് രഹസ്യമായി, പരസ്യമായി ചെയ്തത് പരസ്യമായി. അവ രഹസ്യമായി വ്യഭിചരിക്കുമ്പോൾ പരസ്യമായിട്ട് പോകില്ലല്ലോ, രഹസ്യമായിട്ട് നമ്മൾ എന്ത് ചെയ്യണം?
പരസ്യമായിട്ട് പള്ളി പ്രസിഡന്റിനെ തെറി പറഞ്ഞു, ഉസ്താദിനെ തെറി പറഞ്ഞു, ഖാദിയെ തെറി പറഞ്ഞു, പള്ളിയിലെ കമ്മിറ്റിക്കാരെ, സെക്രട്ടറി ആരെങ്കിലും ഒക്കെ തെറി പറഞ്ഞു, അല്ലെങ്കിൽ പൗരപ്രമുഖനായ ഒരു വ്യക്തിയെ ആരെങ്കിലും ഒക്കെ തെറി പറഞ്ഞു, അല്ലെങ്കിൽ ആക്ഷേപിച്ചു. എന്ത് ചെയ്യണം? അവന്റെ തൗബ പരസ്യമായിട്ട് കൊണ്ടുവന്ന് മാപ്പ് പറ. പരസ്യമായി നീ മാപ്പ് പറയാതെ നിനക്ക് ഞാൻ പൊറുക്കൂല എന്ന് പറയില്ലേ? പരസ്യമായിട്ട് മാപ്പ് പറ. പരസ്യമായിട്ട് മാപ്പ് പറ. വല്ലലാനിയത ബില്ലലാനിയ. അവ ബഹുമാനപ്പെട്ട നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തൗബയുടെ രൂപം പറഞ്ഞത് രഹസ്യമായി ചെയ്ത പാപം രഹസ്യമായി, പരസ്യമായി ചെയ്ത പാപം പരസ്യമായി. തൗബ ചെയ്യണം. പാപങ്ങൾ ചെയ്തത് പരസ്യപ്പെടുത്തരുത്, അതും പാപമാണ്. ഇൽഹാറുൽ മഅസിയത്തി മഅസിയത്തുൻ. ഇൽഹാറുൽ മഅസിയത്തി മഅസിയത്തുൻ. ചെയ്ത പാപം പരസ്യപ്പെടുത്തൽ അല്ലെങ്കിൽ അറിയിക്കൽ, അത് മറ്റുള്ളവരോട് പറയൽ, രഹസ്യത്തിലാകട്ടെ പരസ്യത്തിലാകട്ടെ പറയൽ മഅസിയത്തുൻ, അതും വലിയ പാപമാണ്. നമ്മളിപ്പോ ചെയ്ത പാപം മറ്റൊരാളോട് പറയുക, സുഹൃത്തുക്കളോട് പറയുക, കൂട്ടുകാരോട് പറയുക, അത് വലിയ പാപമാണ്. ബഹുമാനപ്പെട്ട അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ്, നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, കുല്ലു ഉമ്മത്തി മുആഫാ ഇല്ലൽ മുജാഹിറൂൻ. എന്റെ ഉമ്മത്തികൾക്ക് അല്ലാഹു പുറത്തു കൊടുത്തേക്കാം, എന്റെ ഉമ്മത്തികൾക്ക് അല്ലാഹു മാപ്പ് ചെയ്തേക്കാം, എന്റെ ഉമ്മത്തികളുടെ പാപങ്ങൾ അല്ലാഹു ഏറ്റെടുത്തേക്കാം. ഇല്ലൽ മുജാഹിറൂൻ. പാപങ്ങൾ പരസ്യമായി പറയുന്നവരൊഴികെ, പാപങ്ങൾ പരസ്യമായി പറയുന്നവരൊഴികെ അവരുടെ പാപങ്ങൾ അല്ലാഹു മാപ്പ് ചെയ്യുകയില്ല. ശേഷം ആദരവായ റസൂലുള്ളാഹി തങ്ങൾ പറയുകയാണ്, വ ഇന്ന മിനൽ മുജാനാ وإن من المجانا أن يعمل رجل بالعمل عملا أن يعمل رجل بالليل ثم ينشر ثم يصبح فقد ستره الله فقال يا فلان عملت البارحة كذا وكذا. ബഹുമാനപ്പെട്ട അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ്, ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, എൻ്റെ ഉമ്മത്തികൾക്ക് അല്ലാഹു പുറത്തു കൊടുത്തേക്കാം, എൻ്റെ ഉമ്മത്തികളുടെ പാപങ്ങൾ അല്ലാഹു മാപ്പ് ചെയ്തേക്കാം. ഇല്ലൽ മുജാഹിറൂൻ. പാപങ്ങൾ പരസ്യമായി പറയുന്നവരൊഴികെ, പാപങ്ങൾ പരസ്യമായി പറയുന്നവരൊഴികെ, പരസ്യമായി താൻ ചെയ്ത പാപങ്ങൾ പറയുന്നവരൊഴികെ എൻ്റെ ഉമ്മത്തികളുടെ പാപങ്ങൾ അല്ലാഹു മാപ്പ് ചെയ്തേക്കാം. ആദരവായ റസൂലുള്ളാഹി തങ്ങൾ പറയുകയാണ്, വഇന്ന മിനൽ ജുബാനാ. വിഡ്ഢികളിൽ പെട്ടവരാണ്, വിവരമില്ലാത്തവരിൽ പെട്ടവനാണ്. അയ്യഅമലർ റജുലു അമലാ അമലം ബില്ലൈൽ. കഴിഞ്ഞ രാത്രിയിൽ അവൻ ഒരു തെറ്റ് ചെയ്തു. ഫഖദ് സതറഹുല്ലാഹു അലൈഹി. അല്ലാഹു അത് ഒളിപ്പിച്ചു വെച്ചിരിക്കുകയായിരുന്നു, പടച്ചവൻ അത് മറച്ചു വെച്ചതാണ്. തുമ്മ യുസ്ബിഹു. നേരം വെളുത്തപ്പോ ഇവൻ തന്റെ സുഹൃത്തിനെ വിളിച്ചിട്ട് പറഞ്ഞു, യാ ഫുലാൻ അമിൽതുൽ ബാരിഹത കദാ വകദാ. ഏ സഹോദരാ, ഏ അളിയാ, ഏ സുഹൃത്തേ, ചെക്ക, ഞാൻ ഇന്നലെ രാത്രി ഇന്ന പെണ്ണുമായി ഞാൻ അങ്ങനെ ചെയ്തു. എനിക്ക് ഇന്നലെ ഒരു ഐറ്റം കിട്ടി, അവളുമായി ഞാൻ ഇന്ന സ്ഥലത്ത് പോയി, ഇന്ന സമയങ്ങളിൽ ഇത്ര സ്ഥലത്ത് ഞങ്ങൾ അടിച്ചു പൊളിച്ചു. ഞാൻ ഇന്ന തെറ്റ് ചെയ്തു എന്ന് അല്ലാഹു ഒളിപ്പിച്ചു വെച്ച, മറച്ചു വെച്ച തെറ്റുകൾ തന്റെ സുഹൃത്തുക്കളോട് പറയുന്നവരെ അവന്റെ പാപം അല്ലാഹു പൊറുക്കുകയില്ല, അവന്റെ പാപം അല്ലാഹു ഏറ്റെടുക്കുകയില്ല, അവൻ അല്ലാഹു പുറത്തു കൊടുക്കുകയില്ല. ചില ആളുകൾ മണിയറ രഹസ്യം പരസ്യപ്പെടുത്തുന്നവരുണ്ടാകും. തന്റെ ഭാര്യയുമായി ബന്ധപ്പെട്ട രീതികളും, തന്റെ ഭാര്യയുമായി എങ്ങനെ ബന്ധപ്പെട്ടു എന്നും, ഇന്നലെ രാത്രി ഞാൻ മണിയറയിൽ കഴിഞ്ഞതെങ്ങനെയാണ്, എന്റെ ഭാര്യയോടൊപ്പം കഴിഞ്ഞതെങ്ങനെയാണ്, എന്റെ ഭാര്യയെ ഞാൻ തൃപ്തിപ്പെടുത്തിയതെങ്ങനെയാണ്, ആ ശരീരത്തിന്റെ ഓരോ ഘടനകൾ പോലും വിവരിച്ചുകൊണ്ട് മണിയറ രഹസ്യങ്ങൾ പരസ്യപ്പെടുത്തുന്നവരെ ലോകത്തിന്റെ പുത്രൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ
തങ്ങൾ വളരെ വളരെ ഗൗരവത്തോടു കൂടിയാണ് അവർക്കെതിരെ പ്രഖ്യാപിച്ചത്. ഇന്ന മിൻ ശർരിന്നാസി മൻസിലാ യൗമൽ ഖിയാമ. നാളെ ആഖിറത്തിലെ പടച്ചവന്റെ കോടതിയുടെ മുന്നിൽ മഹ്ശറ വൻസഭയിൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് തന്റെ ജനതകളെ, തന്റെ അടിമകളെ മുഴുവനും നീതിക്ക് വേണ്ടി, വിചാരണയ്ക്ക് വേണ്ടി ഹാജരാക്കുമ്പോ ഇൻദല്ലാഹി മൻസിലാ ഇന്ന ശർറന്നാസി ഇൻദല്ലാഹി മൻസിലാ. അല്ലാഹുവിന്റെ അടുക്കൽ ഏറ്റവും നികൃഷ്ട ജീവി ആരെന്നറിയുമോ? അല്ലാഹുവിന്റെ അടുക്കൽ ഏറ്റവും വൃത്തികെട്ടവനാരെന്നറിയുമോ? പടച്ച തമ്പുരാന്റെ കോപത്തിനും അല്ലാഹുവിന്റെ ശാപത്തിനും പാത്രീഭവിച്ചവനാരെന്നറിയുമോ? റജുലുൻ ഒരു ഭർത്താവാണ്, റജുലുൻ ഒരു പുരുഷനാണ്. യുഫ്ളി ഇലാ ഇംറഅതിഹി, തന്റെ ഭാര്യയുമായി രാത്രി ശയിച്ചിട്ട്, തന്റെ ഭാര്യയുമായി മണിയറയിൽ രഹസ്യം പങ്കിട്ടിട്ട് ആ കഴിഞ്ഞ രാത്രിയിൽ തന്റെ ഭാര്യയോട് അവൻ എങ്ങനെയാണോ ശയിച്ചത്, എങ്ങനെയാണോ ലൈംഗികമായി ബന്ധപ്പെട്ടത്, അവൻ പരസ്യപ്പെടുത്തുന്ന വിഡ്ഢികളെ, അവനാണ് നാളെ ആഖിറത്തിൽ ഏറ്റവും നികൃഷ്ടനെന്ന്, ഏറ്റവും നീചനെന്ന്, ഏറ്റവും നിന്ദ്യനെന്ന് നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അത് ഒരാൾ ചെയ്ത പാവം, അല്ലെങ്കിൽ പാവം അല്ലെങ്കിലും ഇനിയിപ്പോ പാവം ചെയ്താലും അങ്ങനെ പാവവും പറയുമല്ലോ. സ്കൂളിൽ നിന്ന് എനിക്ക് ഒരെണ്ണത്തിനെ കിട്ടി, അല്ലെങ്കിൽ ഞാൻ മാംഗ്ലൂർ പോയപ്പോൾ ലോഡ്ജിൽ പോയപ്പോൾ അവർ അഡ്ജസ്റ്റ് ചെയ്ത് തന്നു, പൈസ കൊടുത്തു, അവിടുന്ന് ടിക്കറ്റ് എടുത്ത് ബസ്സിൽ യാത്ര ചെയ്യാമെങ്കിൽ ഒരാളെ ഒപ്പിച്ചുതരാന്ന് പറഞ്ഞു. അങ്ങനെയൊക്കെ എനിക്ക് കിട്ടി, നീ വേണമെങ്കിൽ കൂടെ കൂടിക്കോ, നിനക്കൂടെ ഞാൻ ഒപ്പിച്ചുതരാം, ഞാൻ ഫോൺ നമ്പർ തരാം, നീ ഒന്ന് പോയിക്കോ എന്നും പറഞ്ഞിട്ട് ആ തെറ്റുകളെ വിളിച്ചു പറയുകയും ചെയ്യിക്കുകയും അതിന് പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നവൻ ഏറ്റവും വലിയ നിന്ദനാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് ആൺപിശാചും പെൺപിശാചും പോലെയാണ്, ആൺപിശാചും പെൺപിശാചും പോലെയാണ്. പരസ്യമായിട്ട് റോഡിന്റെ സൈഡിൽ നിന്ന് അവർ ശാരീരികമായി ബന്ധപ്പെടും, ഒരു കൂസലില്ലാതെ, ലജ്ജയില്ലാതെ അവർ വിവരമില്ലാത്തവരാണ്, ശൈത്താന്കളാണ്, പിശാചുക്കളാണ്. നബിയുനാ റസൂലുള്ളാഹി അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുകൽ ജന്നത അഊദു ബിക മിനൻ നാർ. അപ്പൊ അതുകൊണ്ട് എന്താ പറഞ്ഞത്? അപ്പൊ അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്ന് മാപ്പാക്കാൻ വേണ്ടി ആത്മാർത്ഥമായി റബ്ബിനോടൊന്ന് പറഞ്ഞാൽ നിറക്കണ്ണുകളോട് കൂടി. മനസ്സിലായില്ലേ? അപ്പൊ ഇങ്ങനെയാണ് തെറ്റിൽ നിന്ന് പരിഹാരം കാണേണ്ടത്. ഇനി അടുത്ത് വാ. അടുത്ത് ഇനി തൗബ സ്വീകരിക്കണമെങ്കിൽ അടുത്ത വഴി എന്താണ്? തൗബ എന്നൊക്കെ പറഞ്ഞ നിങ്ങളിപ്പോ എന്താ ഈ വിചാരിച്ചത്? സംഭവം ഇത്രയും വലിയ സംഭവമാണെന്നുള്ളത് നമ്മൾ അറിഞ്ഞില്ലല്ലോ. അടുത്തത് وإن كانت المعصية بينه وبين الله فلها ثلاثة شروط. അവന്റെ പാപം അവനും അല്ലാഹുവും തമ്മിലാണെങ്കിൽ 3 നിബന്ധനകൾ അവനുണ്ട്. ഒരു മനുഷ്യൻ തൗബ ചെയ്യണമെങ്കിൽ, പശ്ചാത്തപിക്കണമെങ്കിൽ, അവൻ ചെയ്ത പാപം അവനും അല്ലാഹുവും തമ്മിലുള്ള പാപമാണെങ്കിൽ ഫലഹാ സലാസത്ത് ശുറൂത്ത്, 3 നിബന്ധനകളാണ്. അല്ലാഹുവിനോട് ചെയ്ത പാപം, എനിക്ക് നിസ്കരിക്കയില്ല, കള്ളവും പറഞ്ഞ് വിചാരിച്ച് അത് ഇത് ഹറാമുകളൊക്കെ ചെയ്തിട്ട് അല്ലാഹുവായിട്ട് ബന്ധപ്പെട്ട പാപം, അങ്ങനെ ചെയ്താൽ ഫലഹാ സലാസത്ത് ശുറൂത്ത്, 3 നിബന്ധനകൾ അവൻ പാലിക്കണം. ഒന്ന്, പാവം പിഴുത് കളയണം. ഇപ്പൊ നിലവിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന പാവം അത് നിലവിൽ എടുത്ത് കളയണം, പറിച്ച് കളയണം. മുരടോടുകൂടി പറിച്ച് ഡിലീറ്റ് ആക്കി കളയണം. ഒന്ന് കൂടുതൽ വിശദീകരിക്കാൻ സമയമില്ല. അവൻ ചെയ്യുന്ന ആ ഒരു തെറ്റിന്റെ മേൽ അവനൊരു വിഷമുണ്ടാകും, ഒരു ഖേദപ്രകടനം. ചെയ്തു പോയല്ലോ, തെറ്റായി പോയല്ലോ, പഠിച്ചവനെ അക്രമമായി പോയല്ലോ, ഒരു വല്ലാത്ത ഒരു ഖേദപ്രകടനം. അതെപ്പോഴും ഉണ്ടാകണം. തെറ്റ് ചെയ്യുമ്പോ ഒരു ഖേദമുണ്ടാകുന്നത് അത് ഒരു ഈമാന്റെ ലക്ഷണമാണ് എന്നാണ് ഹബീബായ തങ്ങൾ പറയുന്നത്. ഒരു ഖേദമുണ്ടാവുക. എത്ര തെറ്റ് ചെയ്താലും പുല്ല് വില പോലുമില്ലാതെ വീണ്ടും തെറ്റ് ചെയ്യുന്നവൻ അവൻ ഈമാൻ ഇല്ലാത്തവന്റെ അടയാളമാണ്. നമ്മളിപ്പോ മനുഷ്യന്മാരാണ്, തെറ്റ് ചെയ്യാത്ത ആരാ? തെറ്റിൽ വീണു പോകും. പക്ഷെ ആ വീഴുന്ന തെറ്റ്
തെറ്റായിപ്പോയല്ലോ പടച്ചോനെ, അത് വേണ്ടായിരുന്നു അല്ലേ എന്നൊരു ഒരു മനോദുഃഖമുണ്ടല്ലോ. ആ മനോദുഃഖമാണ് അവനെ അള്ളാഹു ഇഷ്ടപ്പെടാൻ ഒരു കാരണം. ചില ആളുകൾ ഇങ്ങനെ തെറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും, ഒരു പേടിയില്ല, ഒരു കൂസലുമില്ല. ഇവനെന്താ, ഈമാൻ ഇല്ലാത്തവൻ, അവന്റെ ഹൃദയം എന്തായി പോകുന്നു. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുകയാണ്, ഇദാ അദ്നബ അബ്ദുൻ ദൻബാ നകതത, ഒരാൾ ഒരു തെറ്റ് ചെയ്താൽ അവന്റെ ഹൃദയത്തിൽ ഒരു കറുത്ത പുള്ളി വീഴുകയാണ്. നുക്തതൻ സൗദാ, ഒരാൾ ഒരു തെറ്റ് ചെയ്യുമ്പോ അവന്റെ ഹൃദയത്തിൽ ഒരു കറുത്ത പുള്ളി വീഴുകയാ. ഫഇൻ താബ വസ്തഗ്ഫറ, ഉടനെ അവൻ ഓർത്തുകൊണ്ട് പശ്ചാത്തപിച്ച് അല്ലാഹുവിലേക്ക് മടങ്ങിയാൽ സുഖില ഖൽബുഹു, അവന്റെ ഹൃദയം ഉടനെ ശുദ്ധീകരിക്കപ്പെടും. ഉടനെ അവന്റെ ഹൃദയം ശുദ്ധിയാവും. തെറ്റ് ചെയ്തിട്ട് അള്ളാഹുവിനോട് പശ്ചാത്തപിച്ച് പടച്ചവനെ ഞാൻ ചെയ്തത് അഹങ്കാരമായി പോയി, തെറ്റായി പോയല്ലോ അല്ലാ എന്ന വളരെ ദുഃഖഭാരത്തോടുകൂടി അവൻ റബ്ബിന്റെ കോടതിയിൽ സമർപ്പിക്കുമ്പോ പടച്ചതമ്പുരാൻ അവന്റെ ഹൃദയത്തെ ശുദ്ധിയാക്കും. അവൻ തെറ്റ് ചെയ്തിട്ട് അവന് പുല്ല് വിലയില്ല, അവൻ റബ്ബിനെ ഭയപ്പെടാറില്ല. സാദത്ത്, അവന്റെ പാപത്തിന്റെ കറ അധികരിച്ചു കൊണ്ടിരിക്കും. ഹത്താ തഅലുവാ, അതിങ്ങനെ അധികരിച്ചു കൊണ്ടിരിക്കും. എത്രത്തോളം എന്ന് വെച്ചാൽ ഇവനെ കുറിച്ചാണ് പടച്ചതമ്പുരാൻ പറഞ്ഞത്, കല്ലാ ബൽ ബറാന അലാ ഖുലൂബിഹിം, ഇവർക്ക് എത്രത്തോളം അല്ലാഹുമായി ബന്ധപ്പെടാൻ കഴിയുകയില്ല, ഇവരെത്രത്തോളം പടച്ചതമ്പുരാനുമായി അടുക്കാൻ ഇവർക്ക് സാധ്യമല്ല. എത്രത്തോളം ആയത്തുകളും ഹദീസുകളും കേട്ടാൽ ഇവരുടെ മനോമുഖരങ്ങളിലേക്ക് ഇറങ്ങുകയില്ല. കാരണം എന്തെന്നറിയോ, റാന അലാ ഖുലൂബിഹിം, അവരുടെ ഹൃദയത്തിൽ പാപത്തിന്റെ കറകൾ അധികമായി പോയി, അവരുടെ ഹൃദയങ്ങൾ പാപത്തിന്റെ കറകൾ കൊണ്ട് മൂടിപ്പോയി. അതുകൊണ്ട് അവരുടെ ഹൃദയത്തിലേക്ക് ഈമാനിന്റെ മാധുര്യമില്ല. അതുകൊണ്ട് അവര് പാപം ചെയ്യുമ്പോ അല്ലാഹുവിനെ ഭയപ്പെടാറേ ഇല്ല. ഹഖല്ലാ ബൽ റാന അലാ ഖുലൂബിഹിം മാ കാനൂ യക്സിബൂൻ, അവർ ചെയ്ത പാപങ്ങൾ കാരണമായി അവരുടെ ഹൃദയത്തിൽ കറ വീണുപോയി. കോൺക്രീറ്റ് പൊട്ടിച്ചു കളയാൻ പറ്റൂല. അങ്ങനെ നമ്മൾ ആകരുത്. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. അങ്ങനെ നമ്മൾ ആകാതെ നമ്മുടെ ഹൃദയത്തെ അള്ളാഹു സംശുദ്ധമാക്കുമാറാകട്ടെ. അള്ളാഹു പരിശുദ്ധപ്പെടുത്തുമാറാകട്ടെ. അങ്ങനെ ആയി പോകരുത്. അപ്പൊ അവൻ ആ പ്രവൃത്തിയിൽ നിന്ന് അവൻ ഖേദിക്കണം. മൂന്നാമത് ഇനി മേലിൽ അല്ലാഹുവേ ഞാൻ ഈ പാപങ്ങളിലേക്ക് കടക്കില്ല പടച്ചവനെ, ഞാൻ ഇത്രത്തോളം പാപം ചെയ്തു പോയി, പക്ഷെ ഇനി മേലിൽ ഞാൻ കടക്കില്ല അല്ലാ എന്ന ദൃഢനിശ്ചയം അവനുണ്ടാകും. ഇനി മേലിൽ കടക്കൂല. അതാണ് എങ്ങനെയാണ് തൗബ ചെയ്യേണ്ടതെന്ന് ബഹുമാനപ്പെട്ട നബിയുനാ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു തരികയാണ്. അലി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണിത്. മാ ബിൻ മുസ്ലിമൻ യുദ്രിബു ദൻബാ, മുസ്ലിമീങ്ങളിൽ ആരെങ്കിലും ഒരു പാപങ്ങൾ ചെയ്താൽ സുമ്മ യഖൂമു, പിന്നീട് അവൻ ആഗ്രഹിക്കുകയാണ്, അല്ലാഹുവേ എന്റെ പാപത്തിൽ നിന്ന് എനിക്ക് പശ്ചാത്തപിക്കണമെന്ന് ആഗ്രഹിക്കുമ്പോ ഫയഖൂമു, അവൻ അതിനു വേണ്ടി പരിശ്രമിക്കുകയും ഫയതതഖറു, അവൻ ശാരീരികമായി ശുദ്ധി കലശം നടത്തുകയും ചെയ്തു കൊള്ളട്ടെ. പിന്നീട് 2 റക്അത്ത് തൗബയുടെ സുന്നത്ത് നമസ്കാരം അവൻ നമസ്കരിക്കട്ടെ. 2 റക്അത്ത് തൗബയുടെ നമസ്കാരം അവൻ നമസ്കരിക്കട്ടെ. ശേഷം അല്ലാഹുവിനോട് അവൻ പശ്ചാത്തപിച്ച് മടങ്ങുകയാണ്, ഇസ്തിഗ്ഫാർ ചെയ്യുകയാണ്, അല്ലാഹുവിനോട് പശ്ചാത്തപിക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ ഓതുകയാണ്, വല്ലദീന ഇദാ ഫഅലൂ ഫാഹിഷ ഔ ളലമൂ അൻഫുസഹും ذكروا الله
യഗ്ഫിറു الذنوب إلا الله والذين إذا فعلوا فاحشة ആരെങ്കിലും ഒരു മോശമായ മ്ലേച്ഛമായ പണി ചെയ്താൽ, ആരെങ്കിലും വൃത്തിഹീനമായ ഒരു തെറ്റ് ചെയ്താൽ, ഔ ളലമൂ അൻഫുസഹും സ്വന്തത്തോട് അവൻ അക്രമം പ്രവർത്തിച്ചു എന്നിരിക്കട്ടെ, ഉടനെ അവൻ ഓർക്കുകയാണ്, നാഥാ ഞാൻ ഈ ചെയ്യുന്നത് നിനക്ക് ഇഷ്ടമില്ലല്ലോ അല്ലാ. എത്ര രഹസ്യത്തിൽ ചെയ്താലും എത്ര പരസ്യത്തിൽ ചെയ്താലും ഒളിഞ്ഞു ചെയ്താലും തെളിഞ്ഞു ചെയ്താലും നിന്റെ കണ്ണ് മറയ്ക്കാൻ കഴിയില്ലല്ലോ റബ്ബേ. വഇൻദഹു മഫാത്തിഹുൽ ഗൈബ് ലാ യഅലമുഹാ ഇല്ലാ ഹു വയഅലമു മാ ഫിൽ ബർരി വൽ ബഹർ വയഅലമു മാ ഫിൽ ബർരി വൽ ബഹർ വമാ തസ്ഖുതു മിൻ വറഖത്തിൻ വലാ യഅലമുഹാ വലാ യഅലമുഹാ. ഈ ലോകത്തിന്റെ ഇരുണ്ട തുരുത്തിൽ ഏതൊരു സംഭവ വികാസങ്ങൾ നടക്കുന്നുവോ, ഒരു വൃക്ഷത്തിന്റെ ശിഖരങ്ങളിൽ നിന്ന് ഒരു പച്ച ഇലയോ പഴുത്ത ഇലയോ താഴേക്ക് കൊഴിഞ്ഞു വീണാൽ പോലും ഇല്ലാ യഅലമുഹാ, ഇതെല്ലാം അവൻ അറിയുന്നവനാണല്ലോ റബ്ബേ, അറിയുന്നവനാണല്ലോ റബ്ബേ. യഅലമു ഖായിനതൽ അഅയുൻ വമാ തുഖ്ഫി. ഓരോ മനുഷ്യന്റെ ഹൃദയത്തിന്റെ അന്തരത്തിലുള്ള രഹസ്യങ്ങളെല്ലാം വാരിയല്ലുകൾ കൊണ്ട് കോർക്കപ്പെട്ട ഹൃദയത്തിന്റെ ഉള്ളിന്റെ മണിയറകളിൽ ഏതെല്ലാം ചിന്തകളാണോ അവനെ മലീമസപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്, ആ ചിന്തകളെല്ലാം ഒപ്പിയെടുക്കുന്ന അല്ലാഹ്. ഞാൻ ചെയ്തു പോയത് അധർമ്മമാണ്, ഞാൻ ചെയ്തു പോയത് അപാകതയാണ്, ഞാൻ ചെയ്തു പോയത് അപരാധമാണ് അല്ലാഹ്. ഫസ്തഗ്ഫിറൂ ഫസ്തഗ്ഫിറൂ ഫസ്തഗ്ഫിറുല്ലാഹ്. ഉടനെ അവൻ പശ്ചാത്തപിച്ചു മടങ്ങുകയാണ്, ഉടനെ അവൻ ഖേദിച്ചു മടങ്ങുകയാ. പടച്ചവൻ ചോദിക്കുകയാണ്, വമൻ യഗ്ഫിറു ദുനൂബ ഇല്ലല്ലാഹ് വമൻ യഗ്ഫിറു ദുനൂബ ഇല്ലല്ലാഹ്. ദാസനെ, ഏ ദാസിയെ, നീ നിറ കണ്ണുകളോട് എന്റെ മുന്നിൽ നീ നെറ്റിത്തടം സമർപ്പിക്കുമ്പോ, നിന്റെ കണ്ണുനീര് എന്റെ മുന്നിൽ കൊഴിക്കുമ്പോ, നിനക്ക് ഞാനല്ലാതെ മറ്റാരാണ് മാപ്പാക്കാനുള്ളത്? നിനക്ക് ഞാൻ മാപ്പ് ചെയ്ത് തന്നിരിക്കുന്നു, നിനക്ക് ഞാൻ മാപ്പ് ചെയ്ത് തന്നിരിക്കുന്നു. പക്ഷെ ഒരു കാര്യം വലം യുസിറൂ അലാ മാ ഫഅലു വഹും യഅലമൂൻ. ഇനി മേലിൽ ആ തെറ്റുമായി കഴിഞ്ഞുകൂടല്ലേ, ഇനി മേലിൽ നീ തെറ്റ് ചെയ്യരുതേ, ആ തെറ്റുമായി വ്യാപൃതനാകരുതേ. അങ്ങനെ ആ തെറ്റിൽ നിന്ന് ഒഴിവായാൽ പടച്ച തമ്പുരാൻ ഈ പശ്ചാത്താപം സ്വീകരിക്കുമെന്ന് നബിയുനാ ഹബീബുനാ റസൂലുള്ളാഹി. വലം യുസിറു അലാ മാ ഫഅലു വഹും യഅലമൂൻ. ഇനി അറിഞ്ഞുകൊണ്ട് ഇനി മേലിൽ ചെയ്യില്ല അല്ലാഹ്. ചെയ്തതൊക്കെ ചെയ്തു, ഇനി അറിഞ്ഞുകൊണ്ട് ഇനി ഞാൻ ഒരിക്കലും ഇതുമായി ഞാൻ കഴിഞ്ഞുകൂടില്ല അല്ലാഹ് എന്ന് നീ തീരുമാനം ഇട്. അല്ലാഹു തആല അത് ഏറ്റെടുക്കാൻ തയ്യാറാണ്. അല്ലാഹു ഏറ്റെടുക്കാൻ തയ്യാറാണ്. അതുകൊണ്ട് വഅയസിമ അല്ലാ യഊദ ഇലൈഹാ, ഒരിക്കലും ഇനി തെറ്റിലേക്ക് മടങ്ങില്ല എന്ന് ഒരു തീരുമാനം നമുക്ക് എടുക്കണം. ഇൻഷാ അല്ലാഹ് എടുക്കൂ എല്ലാരും. ഇൻഷാ അല്ലാഹ് പറയൂ. അതല്ലേ ഒരു തീരുമാനം. ഇൻഷാ അല്ലാഹ് ഈ സദസ്സിൽ വെച്ച് എടുത്തു കഴിഞ്ഞാൽ തെറ്റ് ചെയ്യാൻ പാടില്ലല്ലോ. അതല്ലേ തൗബ. അല്ലാഹുവിനെ തൗബ അങ്ങനെ സ്വീകരിക്കുക. ഇൻഷാ അല്ലാഹ് തെറ്റിലേക്ക് പോകാതെ അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. അല്ലാഹുമ്മ ഇന്നക അഫ്വുൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നാ ഫഅഫു അന്നാ യാ കരീം യാ കരീം യാ കരീം യാ റഹീം യാ റഹീം യാ റഹീം യാ അല്ലാഹ്. പടച്ചവനെ, ഞങ്ങളുടെ പാപം നീ ഏറ്റെടുക്കണേ അല്ലാഹ്, മാപ്പാക്കണേ അല്ലാഹ്. ഞങ്ങളുടെ മേൽ നീ കരുണ ചൊരിയണേ പടച്ചവനെ, ഞങ്ങളെ നീ സഹായിക്കണേ അല്ലാഹ്. ഇത് അല്ലാഹുമായി ബന്ധപ്പെട്ട കാര്യം. ഈ മൂന്ന് കാര്യം തൗബ സ്വീകരിക്കാൻ. ഒന്ന്
പാവങ്ങൾ മുറിച്ചു കളയുക, 2 ഖേദിക്കുക, 3 ഇനി മേലിൽ അതിലേക്ക് മടങ്ങുകയില്ല എന്ന് തീരുമാനമെടുക്കുക. ഇത് അള്ളാഹുമായി ബന്ധപ്പെട്ട പാപമാണെങ്കിൽ മാത്രം. അടുത്തത് നമ്മളുമായി ബന്ധപ്പെട്ടത്. നല്ലപോലെ ശ്രദ്ധിച്ചോ. ഇനിയാണ് ശ്രദ്ധിക്കേണ്ടത്, ഇനിയാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഇനിയാണ് ശ്രദ്ധിക്കേണ്ടത്. 27-ാം രാവ് അടുത്ത് വരികയാണ്. ആ 27-ാം രാവിന്റെ തൗബയില് നമ്മുടെ പാപം അള്ളാഹു ഏറ്റെടുക്കാൻ കഴിയുമോ ഇല്ലയോ എന്ന് ഇപ്പൊ തീരുമാനം എടുക്കാൻ പറ്റും. وإن كانت المعصية تتعلق بآدمين, പാവങ്ങൾ മനുഷ്യരുമായി ബന്ധപ്പെട്ടതാണെങ്കിലോ, മനുഷ്യരുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണെങ്കിലോ എങ്ങനെയാണത്? ഫലഹാ അർബഅതു ശുറൂത്ത്, 4 നിബന്ധനകളാണ് അവർക്കുള്ളത്. മുകളിൽ പറഞ്ഞ 3 കാര്യവും ഇനി പറയാൻ പോകുന്ന കാര്യങ്ങളും ഏറ്റെടുത്തെങ്കിലും ചെയ്തെങ്കിലും മാത്രമേ നമ്മുടെ പശ്ചാത്താപം അല്ലാഹു സ്വീകരിക്കുകയുള്ളൂ. നേരത്തെ പറഞ്ഞ 3 കാര്യം ഇനി പറയാൻ പോകുന്നത് അല്ലാഹു മാപ്പാക്കി തരും. പക്ഷെ സൃഷ്ടികൾ മാപ്പാക്കണമെങ്കിൽ കുറച്ച് പണിയുണ്ട്. അല്ലാഹു തൗബ സ്വീകരിക്കണോ? അല്ലാഹു തൗബ സ്വീകരിക്കണോ? ശ്രദ്ധിക്കുക. വൈൻ കാനത്തിൽ മഅസിയ തതഅല്ലഖു ബിആദമീൻ ഫലഹാ അർബഅതു ശുറൂത്ത്. എന്താത്? ഇടപാടുകളോ മറ്റു കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അതിൽ നിന്നെല്ലാം പരിപൂർണമായിട്ട് ഒഴിവാക്കണം. വൈൻ കാനത് മാലാ റദ്ദഹു ഇലൈ, ആരോടെങ്കിലും പണം ഇടപാട് നടത്തിയിട്ടുണ്ടോ, കടം കൊടുത്തിട്ടുണ്ടോ, ക്രയവിക്രയം നടത്തിയിട്ടുണ്ടോ, ആ ഇടപാടുകൾ ഒന്നുകിൽ കൊടുത്ത് വീടണേ, ഇല്ലെങ്കിൽ വിളിച്ചു പറയണേ, ഇല്ലെങ്കിൽ എഴുതി ആരോടെങ്കിലും ഏൽപ്പിക്കണേ. ഞാൻ പശ്ചാത്തപിക്കാൻ പോവുകയാണ്, നിനക്ക് ഞാൻ 50,000 തരാനുണ്ട്, നിന്നോട് ഞാൻ കടം വാങ്ങിയവനാണ്, പക്ഷേ അതിന്റെ സമയം കഴിഞ്ഞു പോയി. പരിശുദ്ധമായ റമദാൻ നമ്മളിൽ നിന്ന് വിട പറയാൻ ഒരുങ്ങുമ്പോ പരിശുദ്ധമായ ഇദാ ലൈലത്തുൽ ഖദ്റിന്റെ രാവുകളാണ്. ഞാൻ നിന്നോട് വാങ്ങിയ പണം തിരികെ തരാം സഹോദരാ, എനിക്കല്പം സാവകാശം നൽകണേ. ഞാൻ ഒരു പക്ഷേ മരിച്ചു പോയാൽ നീ എന്റെ മേല് പൊരുത്തപ്പെടണേ, എന്റെ കുടുംബത്തിൽ പോയി നീ പ്രശ്നമുണ്ടാക്കല്ലേ. ഞാൻ മരിച്ചു പോയാൽ നീ മാപ്പാക്കണേ, ഇല്ലെങ്കിൽ എന്റെ പശ്ചാത്താപം അല്ലാഹു സ്വീകരിക്കുകയില്ല കേട്ടോ. സാമ്പത്തികമായി ഇടപാടുകൾ നടത്തിയിട്ടുണ്ടെങ്കിൽ ആ ഇടപാടുകൾ പറഞ്ഞു തീർക്കണേ, അത് കൊടുത്തു വീടണേ, ഇല്ലാതെ തൗബ സ്വീകരിക്കില്ല. ഇത് വെറുതെ അല്ല ഈ പറഞ്ഞത്, തൗബ സ്വീകരിക്കണമെങ്കിൽ ഇടപാടുകൾ ക്ലിയർ ആവണം. പൈസ കൊടുക്കും, പൈസ വാങ്ങും, മടക്കി കൊടുക്കൂല. കടം വാങ്ങും, മടക്കി കൊടുക്കൂല. കടകളിൽ പോയി സാധനം വാങ്ങും, ഇച്ച പൈസ തരും, മിച്ച പൈസ തരും. അടുത്ത മാസം പൈസ തരാം, 2 മാസം കഴിഞ്ഞ് പൈസ തരാം, റമദാൻ കഴിഞ്ഞ് പൈസ തരാം, പെരുന്നാളിന് പൈസ വരും തരാം. 1 പെരുന്നാളല്ല, 2 പെരുന്നാളല്ല, 3 പെരുന്നാളല്ല. ആ സഹോദരൻ കട പൂട്ടിയിട്ട് അവൻ ഒളിച്ചോടിപ്പോയി. ഗതിയില്ല, കടക്കാരെ കൊണ്ട് സഹിക്കവയ്യ. എത്രയെത്ര സാധനങ്ങൾ വാങ്ങിക്കൊണ്ട് കസ്റ്റമർ പോകുന്നു. നമുക്കറിയാവുന്ന സുഹൃത്തുക്കളാണ്, അവരോട് പോയി ചോദിക്കാൻ മനസ്സ് വരുന്നില്ല. പക്ഷേ ആ സാധനം വാങ്ങുന്ന കസ്റ്റമറെ, നിങ്ങൾ ആ സഹോദരന്റെ ഇടപാട് തീർക്കാതെ നിങ്ങളുടെ പശ്ചാത്താപം അല്ലാഹു സ്വീകരിക്കുകയില്ല എന്ന് അബൂബക്കറല്ല പറയുന്നത്. നമ്മെ നാമാക്കി മാറ്റിയ മുഹമ്മദ് മുസ്തഫ, ചങ്കില ചോരയായ മുഹമ്മദ് മുസ്തഫ, ത്യാഗത്തിന്റെ തീച്ചൂളയിൽ വെന്തുരുകപ്പെട്ട സ്വഹാബത്തിന്റെ ഇരുനയനങ്ങളിൽ നിന്ന് അടർന്നു വീഴുന്ന അശ്രുകണങ്ങളെ സഹോദര്യത്തിന്റെ സമാധാനത്തിന്റെ തേന്മാരി കൊണ്ട് ഒപ്പിയെടുത്ത മുഹമ്മദ് മുസ്തഫ. എത്ര നീറുന്ന ഹൃദയങ്ങളാണ്, കടത്തിന്റെ ഹൃദയങ്ങളാണ്, പാവപ്പെട്ട സഹാബാക്കളാണ്, ഉടുതുണിക്ക് മറുതുണിയില്ലാത്ത സഹാബാക്കൾ അല്ലാഹുവിന്റെ റസൂലിന്റെ സവിധത്തിൽ വന്നിട്ട്, നബിയേ ഞാൻ കടക്കാരനാണ് നബിയേ, ഉടുതുണിക്ക് മറുതുണിയില്ല ഹബീബേ, അതിനുള്ള വഴി കണ്ടെത്തി തരുമോ നബിയേ എന്ന് അല്ലാഹുവിന്റെ റസൂലിന്റെ മുന്നിൽ വന്ന് പൊട്ടിക്കരഞ്ഞപ്പോ അവരെ സാന്ത്വനപ്പെടുത്തി അവർക്ക് സന്തോഷ വർത്തമാനം നൽകിയ ഹബീബുനാ ഷഫീഉനാ റസൂലുള്ളാഹി
അള്ളാന്റെ റസൂൽ അവരെ സമാശ്വസിപ്പിച്ചുവെങ്കിൽ, അവരെ സമാധാനിപ്പിച്ചുവെങ്കിൽ, ആ ഹബീബായ റസൂലുള്ളാഹി തങ്ങളാണ് പറയുന്നത്, നഫ്സുൽ മുഅ്മിനി മുഅല്ലഖത്തും ബിദൈനിഹി ഹത്താ യുഖ്ലാ ദൈനുഹു. കടക്കാരാ കടമിടപാടുകൾ നടത്തിയിട്ട് മരിച്ചു പോയാൽ ആത്മാവ് സ്വർഗത്തിൽ കടക്കില്ല, ആത്മാവ് സ്വർഗത്തിൽ കടക്കില്ല. ആകാശഭൂമികൾക്കിടയിൽ കൊളുത്തപ്പെട്ട അവസ്ഥയിലായിരിക്കും. ആ മയ്യത്തിന്റെ അവകാശികൾ, ആ മയ്യത്തിന്റെ പുത്രന്മാർ, ആ മയ്യത്തിന്റെ കുടുംബക്കാർ ആ സഹോദരന്റെ മയ്യത്തിന് വേണ്ടിയിട്ട് അദ്ദേഹത്തിന്റെ ഇടപാടുകൾ വീട്ടാത്ത കാലത്തോളം ആ മയ്യത്തിന് മാപ്പില്ല, ആ മയ്യത്തിന് മാപ്പില്ല. നബിയുനാ റസൂലുള്ളാഹി ബഹുമാനപ്പെട്ട അബൂ ഖത്താദ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസ് കേട്ടോ. അദ്ദേഹം പറയുകയാണ്, ഖുൽതു യാ റസൂലല്ലാഹ്, നബിയോട് ഞാൻ ചോദിച്ചു പോയി, അറഅയ്ത ഇൻ ഖുതിൽതു ഫീ സബീലില്ലാഹ് സാബിറാ മുഹ്തസിബാ മുഖ്ബിലൻ ഗൈറ മുദ്ബിരിൻ യുകഫിറുല്ലാഹു അന്നി ഖതായാ. നബിയേ, അല്ലാഹുവിന്റെ റസൂലേ, അല്ലാഹുവിന്റെ റസൂലേ, അല്ലാഹുവിന് വേണ്ടി സർവസന്നാഹത്തോടെ ത്യാഗത്തോടെ ഞാൻ എന്റെ ശരീരവും എന്റെ മജ്ജയും എന്റെ മാംസവും അല്ലാഹുവിന് വേണ്ടി മാത്രം സമർപ്പിച്ചുകൊണ്ട് ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് പ്രതിയോഗികൾ കടന്നു വന്നാലും അശ്വാരൂഢന്മാര് കടന്നു വന്നാലും അവരെ എല്ലാം തകർത്തെറിഞ്ഞുകൊണ്ട് അവരുടെ ആ ഒരു ആധിക്യം കണ്ട് ഭയപ്പെട്ട് പിന്തിരിഞ്ഞു പോകാതെ അല്ലാഹുവിന് വേണ്ടി സർവവും സമർപ്പിച്ച് വീരമൃത്യു വരിക്കാൻ ഈ അബൂ ഖത്താദ തയ്യാറായാൽ യുകഫിറുല്ലാഹു അന്നി ഖതായാ, എന്റെ പാപം അല്ലാഹു പൊറുക്കുമോ നബിയേ, എന്റെ പാപം അല്ലാഹു ഏറ്റെടുക്കുമോ നബിയേ. ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, നഅം 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 അബൂ ഖത്താദ, നിന്റെ പാപം അല്ലാഹു മാപ്പാക്കി തരും അബൂ ഖത്താദ. ഫലമ്മാ അദ്ബറ, അല്ലാഹുവിന്റെ റസൂലിന്റെ സവിധത്തിൽ നിന്ന് ആ സഹാബി അൽപവാരെ മടങ്ങുമ്പോ നാദാ, ബഹുമാനപ്പെട്ട നബി തങ്ങൾ വിളിക്കുകയാണ്, നാദാ. അല്ലാഹുവിന്റെ റസൂലിന്റെ ഹദറത്തിലേക്ക് അബൂ ഖത്താദ മടങ്ങി വരികയാണ്. മടങ്ങി വന്നപ്പോ ബഹുമാനപ്പെട്ട നബി തങ്ങൾ പറയുന്നു, അബൂ ഖത്താദ ഇല്ലദൈൻ കദാലിക ഖാല ജിബ്രീൽ. അബൂ ഖത്താദ, നീ എത്രത്തോളം പാപം ചെയ്താലും അല്ലാഹു മാപ്പ് ചെയ്തു തരും. പക്ഷേ ഏതെങ്കിലും ഒരു കടയിൽ നിന്ന് സാധനം വാങ്ങിയിട്ട് പൈസ കൊടുക്കാതെ നീ അല്ലാഹുവിന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യാൻ തയ്യാറായാൽ പടച്ചവൻ മാപ്പാക്കില്ല അബൂ ഖത്താദ. ആരോടെങ്കിലും കടമിടപാടുകൾ നടത്തിയിട്ട് പൈസ കടം വാങ്ങിയിട്ട് മടക്കി കൊടുക്കാതെ ആയിരക്കണക്കിന് തൗബ ചെയ്താലും പശ്ചാത്തപിച്ചാലും യുദ്ധം ചെയ്ത് വഫാത്തായാലും ഷഹീദായാലും നോമ്പ് നോറ്റാലും ഹജ്ജ് ചെയ്താലും ആ ഇടപാട് തീർക്കാത്ത കാലത്തോളം അല്ലാഹു പാപം പൊറുക്കുകയില്ല അബൂ ഖത്താദ. സ്വർഗ്ഗത്തിൽ പ്രവേശനമില്ല അബൂ ഖത്താദ. കദാലിക ഖാല ജിബ്രീൽ. ഇപ്പൊ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം എന്നോട് പറഞ്ഞതാണ്, നീ എന്നോട് ചോദിച്ച സമയത്ത് ആ നിയമം ഇല്ലായിരുന്നു, നീ ചോദിച്ചതിന് ശേഷം ആ നിയമം വന്നു. കടം ഇടപാടുണ്ടെങ്കിൽ അല്ലാഹു പാപം പൊറുക്കൂല. يغفر للشهيد كل ذنب إلا الدين. ശുഹദാക്കൾക്ക് പോലും അല്ലാഹു പുറത്തു കൊടുക്കും ഇടപാട് ഒഴിച്ച്. അത് മനുഷ്യരുമായിട്ട് ബന്ധപ്പെട്ടതാ, അല്ലാഹുമായിട്ട് ബന്ധപ്പെട്ടല്ല. അല്ലാഹുമായിട്ട് ബന്ധപ്പെട്ടതല്ല, അതുകൊണ്ട് അല്ലാഹു പുറത്തു കൊടുക്കൂല. മനുഷ്യർ തമ്മിൽ പുറത്തു കൊടുത്തോളി, ഇല്ലെങ്കിൽ ചോദിച്ചോളി. ഇടപാട് തീർത്തോട്ടോ. റമളാൻ മാസ ഇല്ലെങ്കിൽ പോയി പറഞ്ഞേരെ, ഞാൻ ഇൻഷാ അല്ലാഹ് തരാം, ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ മരിച്ചു പോയാലും നീ ഒന്ന് മാപ്പാക്കിയേക്കണം, നീ ഒന്ന് മാപ്പാക്കണം, ഇല്ലെങ്കിൽ ഞാൻ നാളെ സ്വർഗത്തിൽ എത്താൻ പറ്റൂല. ഒന്ന് പറഞ്ഞേരെ, പോയി പറഞ്ഞോ, ഇല്ലെങ്കിൽ വലിയ വിഷമാണ്. ഒരുപാട് പേര് നിസ്കരിക്കും, ഇബാദത്ത് ചെയ്യും, വാളുകളൊക്കെ കേൾക്കും, ഇടപാട് ക്ലിയർ അല്ല. എന്തിനു നിസ്കാരം, എന്തിനു നോമ്പ്, എന്തിനു ഖുർആനോത്ത്? വല്ലാഹി സത്യം, മാഫി ഫായിദ. ഒരു പ്രയോജനമില്ല. ഹദീസ് ഇനി ഞാൻ വേണമെങ്കിൽ ഇഷ്ടം പോലെ ഞാൻ വാരി എറിഞ്ഞു തരാം, അല്ലാഹു തൗഫീഖ് ചെയ്ത് ഞാൻ വാരി എറിഞ്ഞു തരാം. പക്ഷെ എന്ത് ചെയ്യാൻ സമയമില്ല. അവിടെ സൂക്ഷിച്ചോളി. അല്ലാഹു വിടൂല, സ്വർഗ്ഗത്തിൽ കിടക്കാൻ പറ്റൂല, ഉറപ്പായ കാര്യമാണ്. ഇടപാടുകളൊക്കെ ക്ലിയർ ആക്കിക്കോളി.
പള്ളിയിൽ നിന്നൊക്കെ ചെരുപ്പടിച്ച് മാറ്റിയവനൊക്കെ സൂക്ഷിച്ചോ. നല്ല നല്ല ചെരുപ്പുകൾ എടുത്ത് മാറ്റിയിട്ട് അവരുടെ സാധനങ്ങളൊക്കെ എടുത്ത് മാറ്റി, അവിടുന്ന് ഇവിടുന്ന് മൊബൈൽ അടിച്ച് മാറ്റി, ചിപ്പടിച്ച് മാറ്റി, അവിടെ നിന്നൊക്കെ സാധനങ്ങൾ പേന പേപ്പർ ഇതൊക്കെ എടുത്ത് മാറ്റിയിട്ടുള്ളവരൊക്കെ സൂക്ഷിച്ചോളി. ആ സാധനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും എടുത്തിട്ടും കൊടുത്തിട്ടുള്ളവരൊക്കെ കൊടുത്ത് വീട്ടിക്കും. ഇതുവരെ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, അദ്ദുൽ ഖിയാത വൽ മിഖിയത, ഒരു സൂചിയോ ഒരു നൂലോ പെണ്ണുങ്ങളെ ആരിൽ നിന്നെങ്കിലും വാങ്ങിയിട്ടുണ്ടെങ്കിൽ മടക്കി കൊടുക്കണേ. അത് മടക്കി കൊടുക്കാതെ തൗബ ചെയ്താൽ ആ തൗബ സ്വീകാര്യമല്ല. ഫൈനഹാ നാറുൻ വആറുൻ വശനാറുൻ അലാ അഹ്ലിഹി യൗമൽ ഖിയാമ. സൂചിയുടെ പേരിൽ, ആ നൂലിന്റെ പേരിൽ, ഒരു ചെറിയ കടലാസ് കഷണത്തിന്റെ പേരിൽ നിനക്ക് നാളെ ആഖിറത്തിൽ തീയാണ്, നിന്ദ്യതയാണ്, നിസാരതയാ. അതുകൊണ്ട് മടക്കി കൊടുക്കണേ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇടപാട് അങ്ങനെ ക്ലിയർ ആയിക്കൊള്ളു. അടുത്തത് ആരെങ്കിലും ഒരാളെ കുറിച്ച് ഗീബത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നമീമത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഏഷണിയോ ദൂഷണമോ അനാവശ്യമോ അപവാദമോ പറഞ്ഞു പരത്തിയിട്ടുണ്ടോ, മാപ്പ് ചോദിച്ചോ. ഇല്ല എങ്കിൽ മോനെ, നിന്റെ നിസ്കാരം ഞങ്ങൾ നാളെ ആഖിറത്തിൽ പോയി പിടിച്ചു വാങ്ങുമെടാ. അനാവശ്യം പറഞ്ഞു പരത്തുന്ന വിഡ്ഢികളെ, വൃത്തികെട്ടവരെ, അപവാദം പറഞ്ഞു പ്രവർത്തിക്കുന്നവരെ, അതിലേക്ക് മെസ്സേജ് വിട്ടുകൊണ്ട് ഓരോ മനുഷ്യ മക്കളെയും വേദനിപ്പിക്കുന്നവരെ, മിണ്ടാതിരിക്കുന്നത് ഞങ്ങളുടെ കഴിവുകേട് കൊണ്ടാണെന്ന് ധരിക്കണ്ട. നാളെ ആഖിറത്തിൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ തിരുമുറ്റത്ത് വെച്ച് നീ ചെയ്ത അമലുകളുണ്ടല്ലോ, അത് പിടിച്ചു വാങ്ങാൻ കൊതി കൊണ്ടാണടോ മിണ്ടാത്തത്, അതല്ലാതെ പ്രതികരിക്കാൻ കഴിവില്ലാത്തത് കൊണ്ടല്ല. അപവാദം പരത്തുന്ന നെറികെട്ടവരെ, അല്ലാഹുവിന്റെ റസൂൽ സഹാബത്തിന്റെ അരികിലേക്ക് കടന്നു വന്നുകൊണ്ട് ചോദിക്കുകയാ, അതദറൂന മൽ മുഫ്ലിസു. ബഹുമാനപ്പെട്ട നബിയുനാ റസൂലുള്ളാഹി തങ്ങളുടെ സഹാബത്തിനോട് അല്ലാഹുവിന്റെ റസൂൽ ചോദിക്കുകയാണ്, ആരാണ് ഒന്നുമില്ലാത്തവനെന്നറിയുവോ? സഹാബത്തെ, ഖുൽനാ, ഞങ്ങൾ അല്ലാഹുവിന്റെ റസൂലിനോട് പറയുകയാണ്, അൽ മുഫ്ലിസു ഫീനാ മല്ലാ ദിർഹമ ലഹു വലാ മതാ. നബിയേ, ഞങ്ങളിൽ ഒന്നുമില്ലാത്തവൻ, ദിർഹമുകളോ ദിനാറുകളോ ഇല്ലാത്തവനാണ് നബിയേ. ഉടുതുണിക്ക് മറുതുണിയില്ലാത്തവനാണ്, കുടിക്കാൻ വെള്ളമില്ലാത്തവനാണ്, കഴിക്കാൻ ഭക്ഷണമില്ലാത്തവനാണ്, പാവപ്പെട്ടവനാണ്, തന്റെ തല ചായ്ക്കാൻ ഒരു കിടപ്പാടമില്ലാത്തവനാണ് നബിയേ. അവരാണ് ഒന്നുമില്ലാത്തവൻ ഞങ്ങളിലെന്ന് സഹാബത്ത് മറുപടി പറഞ്ഞപ്പോ ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ സഹാബത്തിനോട് പറയുകയാണ്, ലാ, അവരല്ല സഹാബത്തെ, അൽ മുഫ്ലിസു ഫീനാ, നമ്മുടെ സമുദായത്തിൽ, മുസ്ലിം സമുദായത്തിൽ പ്രവാചകന്റെ അനുയായികളിൽ ആരാണ് ഒന്നുമില്ലാത്തവനെന്നറിയുവോ? മൻ, ഒരുവനാണ് യഅതി യൗമൽ ഖിയാമ, അവർ ഖിയാമത്ത് നാളിൽ വരുമത്രേ, ബിസലാ, നമസ്കാരത്തിന്റെ കൂമ്പാരവുമായി, സകാത്തിന്റെ കൂമ്പാരവുമായി, പരിശുദ്ധമായ റമദാനിന്റെ രാപ്പകലുകൾ അല്ലാഹുവിന് വേണ്ടി സജീവമായി പ്രവർത്തിച്ച നോമ്പിന്റെ ചൈതന്യവുമായി, വതിലാവത്തുൽ ഖുർആൻ, പരിശുദ്ധ ഖുർആനിന്റെ ഓരോ ആയത്തുകളുമായി, ഹജ്ജുമായി, ഉംറയുമായി, സിയാറത്തുമായി, ഒരുപാട് നന്മകളുടെ കൂമ്പാരവുമായി റബ്ബിന്റെ കോടതിയിലേക്ക് ഇവൻ കടന്നു വരികയാണ്. റബ്ബിന്റെ കോടതിയിൽ കടന്നു വന്നിട്ട് ഈ അമലുകളെല്ലാം അള്ളാന്റെ മുന്നിൽ സമർപ്പിച്ചിട്ട് സ്വർഗത്തിൽ കടക്കാനെന്നുള്ള വ്യാമോഹത്തോടെ സ്വർഗത്തിൽ കടക്കാൻ നിൽക്കുമ്പോ ഇതാ ഓപ്പോസിറ്റായി ഒരാൾ ഓടി വന്നുകൊണ്ട് റബ്ബിനോട് പറയുകയാണ്, നാദാ, നീ മലിക്കുൽ ജബ്ബാറാണ് അല്ലാ, നീ മാലിക്കുൽ മുലൂക്കാണ് അല്ലാ, ലോകത്തിന്റെ അതിപരാശക്തിയാണ് അല്ലാ. ദുനിയാവിൽ
ദുനിയാവിൽ വെച്ച് ആരൊരാൾ ആക്രമിക്കപ്പെട്ടുവോ, ദുനിയാവിൽ വെച്ച് ആരൊരാൾ ആക്ഷേപിക്കപ്പെട്ടുവോ, ദുനിയാവിൽ വെച്ച് ആരൊരാൾ മർദ്ദിക്കപ്പെട്ടുവോ, അവർക്ക് നീതി നിന്റെ കോടതിയിൽ മാത്രമാണ് നാഥാ. ദുനിയാവിൽ ഞങ്ങൾക്ക് നീതി ലഭിച്ചിട്ടില്ല റബ്ബേ. ആദരവായ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞില്ലയോ, ലതുഅദ്ദുന്നൽ ഹുഖൂഖ ഇലാ അഹ്ലിഹാ ഹത്താ യുഖ്തസൽ ലിശാത്തിൽ ജമ്മാഇ മിനൽ ഖർനാ. ഈ ഭൂലോകത്ത് വെച്ച് ഒരു കൊമ്പില്ലാത്ത ഒരാടിനെ കൊമ്പുള്ള ഒരാട് കുത്തി പരിക്കേൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ നാളെ മഹ്ശറ വൻസഭയിൽ ആ കൊമ്പില്ലാത്ത ആടിനെ അല്ലാഹു ഹാജരാക്കുകയാണ്. ആ പാവപ്പെട്ട ആടിനെ കുത്തി പരിക്കേൽപ്പിച്ച കൊമ്പുള്ള ആടുണ്ടല്ലോ, ആ ആടിനെയും അല്ലാഹു ഹാജരാക്കുകയാണ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് കൊമ്പില്ലാത്ത ആടിനോട് പറയുകയാണ്, ബലഹീനയായ ആടിനോട് പറയുകയാണ്, കുത്തു ആടേ. ആ ബലഹീനയായ ആടിനോട് പറയുന്നു, ആ ആരോഗ്യമുള്ള കൊമ്പുള്ള ആടിനെ കുത്തി പരിക്കേൽപ്പിക്കോ. അങ്ങനെ കൊമ്പില്ലാത്ത ആടിന് വേണ്ടി പ്രതികാരം നടപടി സ്വീകരിക്കുന്ന ഒരു സാഹചര്യമാണ് മഹ്ശറ വൻസഭയിലെങ്കിൽ അവിടെയാണ് ഫരീഖും ഫിൽ ജന്നാ വ ഫരീഖും ഫിസ് സഈർ. ഇവിടെ നമുക്ക് ഗ്രൂപ്പുണ്ട്, ഇവിടെ നമുക്ക് ആയുൾബലമുണ്ട്, ഇവിടെ നമുക്ക് ആയുധബലമുണ്ട്, ഇവിടെ നമുക്ക് രാഷ്ട്രീയ സാംസ്കാരിക പ്രവർത്തകരുണ്ട്. എന്ത് തമ്മാടിത്തരങ്ങളും ആളുകളുടെ മുന്നിൽ ആക്ഷേപിച്ചാലും അധിക്ഷേപിച്ചാലും നിനക്ക് യെസ് വെക്കാൻ നൂറുകണക്കിന് ആളുകളുണ്ടോ. പക്ഷേ ആഖിറമുണ്ടല്ലോ, പടച്ച തമ്പുരാനുണ്ടല്ലോ. അൽയൗമ നഖ്തിമു അലാ അഫ്വാഹിഹിം. നിന്റെ നാവങ്ങനെ സീൽ വെക്കപ്പെട്ട് കഴിഞ്ഞാൽ നിന്റെ കയ്യാണടാ നാളെ പറയുക, അല്ലാഹുവേ എത്രയെത്ര പെണ്ണിനെതിരെ എത്രയെത്ര ആണിനെതിരെ ഈ കൈകൊണ്ട് ഞാൻ അപവാദം മെസ്സേജ് അയച്ചവനാണ് അല്ലാ, മെസ്സേജ് അയച്ചവനാണ് അല്ലാ, പോസ്റ്റർ ഒട്ടിച്ചവനാണ് അല്ലാ, പത്രത്തിലൂടെ എഴുതിയവനാണ് അല്ലാ. അപവാദം പറയപ്പെട്ട പാവപ്പെട്ടവരുണ്ടല്ലോ, ഗീബത്ത് പറയപ്പെട്ട പാവപ്പെട്ടവരുണ്ടല്ലോ, ഏഷണി പറയപ്പെട്ട പാവപ്പെട്ടവരുണ്ടല്ലോ, ദുനിയാവിൽ അപഹാസ്യരായി നിന്ദ്യരായി കഴിഞ്ഞുകൂടിയവരുണ്ടല്ലോ. റബ്ബിന്റെ കോടതിയിലേക്ക് കടന്നു വന്നിട്ട് അല്ലാഹുവിനോട് പറയും, നാദാ ഖദ് സഫക ഹാദാ ഖദ് സഫക ദമ ഹാദാ വളറബ ഹാദാ വഖദഫ ഹാദാ വഅകല മാല ഹാദാ. പടച്ചവനെ, ഈ ധിക്കാരി ആരെന്നറിയോ? എന്നെ കുറിച്ച് അപവാദം പറഞ്ഞവനാണ് റബ്ബേ, അപരാധം പറഞ്ഞവനാണ് റബ്ബേ. കേട്ടറിവ് പോലുമില്ലാത്ത, കണ്ടറിവ് പോലുമില്ലാത്ത അപവാദം പറഞ്ഞു പരത്തിയവനാണ് അല്ലാ. പരിശുദ്ധ ഖുർആനിന്റെ ആയത്തുകൾ എടുത്തിട്ട്, പ്രഭാഷണങ്ങൾ എടുത്തിട്ട്, ക്ലിപ്പുകൾ ലോകത്തിന്റെ മുന്നിൽ വ്യാപിപ്പിച്ചുകൊണ്ട് പാവപ്പെട്ട സമുദായത്തെ തമ്മിലടിപ്പിക്കാനും അവരുടെ ഹൃദയത്തിന്റെ സന്തോഷം തകർത്തെറിയാനും വേണ്ടി അഹോരാത്രം പാടുപെട്ടവനാണ്. റമദാൻ മാസമെന്നോ ഹജ്ജിന്റെ മാസമെന്നോ അതല്ലാത്ത മാസമെന്നോ ഇല്ലാതെ ഒരു മുസ്ലിം അടുത്ത മുസ്ലിമിനെ ആക്ഷേപിച്ചുകൊണ്ട്, ഒരു സമുദായം അടുത്ത സമുദായത്തെ ആക്ഷേപിച്ചുകൊണ്ട്, ഒരു മൗലവി അടുത്ത മൗലവിയെ ആക്ഷേപിച്ചുകൊണ്ട് അനാവശ്യങ്ങളെ പ്രചരിപ്പിച്ച് നടന്നവനാണ് നാദാ. അതുകൊണ്ട് നീ നീതി നൽകണമല്ലാ, നീതി നൽകണമല്ലാ. പടച്ചവരെ, എന്റെ സ്വത്തും മുതലും അകാരണമായി തിന്നവനാണ്, എന്നെ അകാരണമായി അടിച്ചവനാണ്, എന്നെ അകാരണമായി വേദനിപ്പിച്ചവനാണ്. അതുകൊണ്ട് മലിക്കുൽ ജബ്ബാർ നീയാണ്, ആദിൽ നീയാണ്, നീതിമാൻ നീയാണ്, എനിക്ക് മറുപടി താ റബ്ബേ എന്ന് ദുനിയാവിൽ അപവാദം പറയപ്പെട്ടവരുണ്ടല്ലോ, ആരോപിക്കപ്പെട്ടവരുണ്ടല്ലോ, ആക്ഷേപിക്കപ്പെട്ടവരുണ്ടല്ലോ, നിന്ദ്യരാക്കപ്പെട്ടവരുണ്ടല്ലോ, മർദ്ദിക്കപ്പെട്ടവരുണ്ടല്ലോ. റബ്ബിന്റെ കോടതിയുടെ മുന്നിൽ വെച്ച് പറയുമ്പോ അല്ലാഹു ഈ അമലുകൾ ചെയ്തവന്റെ മുഴുവൻ നന്മകളും പരിശോധിക്കുകയാണ്. മാ യൽഫിദു മിൻ ഖൗലിൻ ഇല്ലാ ലദൈഹി റഖീബുൻ അതീദ്. ഒന്നുപോലും വിടാതെ പള്ളി പുള്ളി വിവർഗ വിവരണ വ്യത്യാസമന്നെ പകലില്ലാതെ അധ്വാനിച്ചവനുണ്ടാക്കിയ ഓരോ നന്മകളും അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് മലക്കുകളോട് പറയുകയാ, ഫയുഅതാ മിൻ ഹസനാതിഹി. ഇവന്റെ നന്മകൾ മുഴുവനും ഈ ആരോപിക്കപ്പെട്ടവനും ഈ മർദ്ദിതനായവനും ഈ പാവപ്പെട്ടവനും മലക്കുകളെ കൊടുക്കൂ. സുമ്മ യുഅതാ മിൻ ഹസനാതിഹി. അവന്റെ നന്മകൾ മുഴുവനും അവർ വാങ്ങിയെടുക്കും. സുമ്മ തുരിഹ ഫിന്നാർ. സുമ്മ തുരിഹ ഫിന്നാർ.
ഒന്നുമില്ലാത്ത വട്ടപൂജ്യമായ ഈ മനുഷ്യൻ, ഇവനാണ് ഒന്നുമില്ലാത്തവൻ. നാളെ ആഖിറത്തിൽ റബ്ബിന്റെ കോടതിയുടെ മുന്നിൽ ഒരു നമസ്കാരം പോലുമില്ലാതെ ആരെ കുറിച്ചാണോ ദുനിയാവില് അപരാധം പറയപ്പെട്ടത് അവർ പിടിച്ചു വാങ്ങിയിട്ട് ഈ വൃത്തികെട്ട ജന്തുവിനെ നരകത്തിലേക്ക് അല്ലാഹു വലിച്ചെറിയുമെന്ന് ലോകത്തിന്റെ മുത്തൊളി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു പ്രചരിപ്പിച്ചോ. എന്ത് വേണമെങ്കിലും ചെയ്തോളി, മാപ്പ് കൊടുക്കാതെ വല്ലാഹി തമ്പുരാനെ തന്നെയാണ് സത്യം. ഇത് അബൂബക്കർ ഉണ്ടാക്കി പറഞ്ഞ ഹദീസ് ഒന്നുമല്ല. ഏത് ആലിമിനും ഹദീസ് എടുത്തു വെച്ച് നോക്കിയാൽ മനസ്സിലാക്കാൻ കഴിയും ഈ ഹദീസിന്റെ യാഥാർത്ഥ്യം എന്താണ്. അവര് തന്നെ നോക്കിക്കോട്ടെ. ആരും ആരെ കുറിച്ചും ഒരപവാദം ആരും ഒന്നും പറയേണ്ടതില്ല. പറഞ്ഞിട്ടുണ്ടോ മാപ്പ് ചോദിച്ചോ, ഇല്ലയോ മിണ്ടാതിരുന്നോ, അള്ളാഹു നമുക്ക് മാപ്പ് തരും, അള്ളാഹു നമുക്ക് നീതി തരും. അതിൽ മാത്രം പ്രതീക്ഷ അർപ്പിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല പോലും പറയുന്നുണ്ട്, യാ അയ്യുഹല്ലദീന ആമനൂ ഇൻ ജാഅകും ഫാസിഖുൻ ബിനബൈൻ ഫതബയ്യനൂ. ഒരു ഫാസിഖ്, അഹങ്കാരി, തെമ്മാടി എന്തെങ്കിലും ഒന്ന് പറഞ്ഞു പ്രചരിപ്പിക്കുകയോ ആരെ കുറിച്ചെങ്കിലും അപവാദം പറയുകയോ ചെയ്താൽ അതിനെക്കുറിച്ച് വിശദമായി വിശകലനം ചെയ്തൊന്ന് പഠിക്കണേ, അറിയണേ. എന്നിട്ട് വേണം അവനെതിരെ നിങ്ങൾ എന്തെങ്കിലും പറയാൻ എന്ന് അള്ളാഹു പറഞ്ഞിട്ടുണ്ട്. ഒന്ന് പഠിച്ചോളി, മനസ്സിലാക്കിക്കോളി, ചിന്തിച്ചോളി. അല്ലാഹു തആല പരസ്പര ഗീബത്ത്, നമീമത്ത്, അപവാദങ്ങൾ, അപരാധങ്ങൾ പറയാതിരിക്കാൻ അല്ലാഹു തൗഫീഖ് തരട്ടെ. അപ്പൊ അത് എന്ത് ചെയ്യണം? മസ്ലഹത്താക്കി സലാം പറയണം. സലാം പറഞ്ഞെങ്കിൽ മാത്രമേ തൗബ സ്വീകരിക്കുള്ളൂ. തൗബ ഇത് എന്റെ കിതാബിൽ നിന്നും പറഞ്ഞല്ല, പരിശുദ്ധമായ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ കിതാബുകളിൽ നിന്ന് എടുത്ത് പറയുകയാണ് ഞാൻ. എന്റെ വാക്കായിട്ട് കൊല്ലത്ത് നിന്ന് ഒന്നും ഞാൻ കൊണ്ടുവന്നിട്ടില്ല. അല്ലെങ്കിൽ ഉലമാക്കൾ പറയട്ടെ, ഈ ഉലമാക്കൾ നൂറുകണക്കിന് ഉലമാക്കൾ ഇരിപ്പുണ്ടല്ലോ, അവര് പറയട്ടെ ഉസ്താദ് പറഞ്ഞത് തെറ്റാണ്, അങ്ങനെ ഒരു സംവിധാനം ഇല്ല, സംഭവം ഇല്ല എന്ന് പറയുന്നത് അവർക്ക് തീർച്ചയായിട്ടും പറയാം. ബഹുമാനപ്പെട്ട ഫുഖഹാക്കൾ, ഉലമാക്കൾ, മശായിഖന്മാർ, പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ചു തന്ന വഴികളാണ് തൗബ സ്വീകരിക്കാൻ. അപ്പൊ നമ്മൾ ആകെ വിഷമിച്ച് കാണും, ആകെ പ്രയാസപ്പെട്ട് കാണും. ഇത്രയും ചെയ്തിട്ട് തൗബ ചെയ്യാൻ കടന്നു വരിക. അങ്ങനെ തൗബ ചെയ്തു കഴിഞ്ഞാൽ അള്ളാഹു നമ്മുടെ പാപങ്ങൾ ഏറ്റെടുക്കുമെന്ന് പരിശുദ്ധമായ ഹദീസുകളിലൂടെയും ഖുർആനിലൂടെയും അള്ളാഹു നമ്മളെ അറിയിക്കുകയാണ്. ഒരു സംഭവം ഞാൻ പറഞ്ഞുതരാം. ബഹുമാനപ്പെട്ട മഅ്മർ റളിയല്ലാഹു തആല അൻഹു സുഹരിയൻ മഅ്മറിൻ, നല്ലപോലെ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം കേട്ടോ. നല്ലപോലെ ശ്രദ്ധിക്കണം. നമ്മളൊക്കെ ചെറുപ്പക്കാരാണ്. പാപം ചെയ്യാത്ത ആരാ മനുഷ്യ ഈ ലോകത്ത്? പാപം ചെയ്യാത്ത ആരാ? ഒരാളൊരു തെറ്റ് ചെയ്യുമ്പോൾ അവനെ ആക്ഷേപിക്കാൻ നീ ആര്? നീ നിന്റെ തെറ്റുകൾ ആരുടെ മുല്ല പറയാ? നീ എന്താ പാപം ചെയ്യാത്തവനോ? പാപം ചെയ്യാത്ത ആരെ ദുനിയാവിൽ? ഒരാളുടെ ന്യൂനതകൾ വെളിപ്പെടുത്താനാണ് ഒരാൾ പരിശ്രമിക്കുന്നത്. ദുനിയാവിന്റെ അവസ്ഥ അതാണ്. അതെന്താണ് അതിന്റെ അർത്ഥം? അവന്റെ ന്യൂനത അള്ളാഹു വെളിപ്പെടുത്തും. അവനെ അള്ളാഹു ദുനിയാവിൽ ആഖിറത്തിൽ നിന്ദിക്കും. നമ്മൾ അതിന്റെ ആവശ്യമില്ല. ആരെ കുറിച്ച് നമ്മളൊന്നും പറയാൻ പോകണ്ട. നമ്മുടെ ന്യൂനത വെളിപ്പെടുത്തുന്നവൻ അള്ളാഹുവാണ്. നമ്മുടെ ന്യൂനത മറച്ചു വെക്കുന്നവനും അള്ളാഹുവാണ്. ഒരു മനുഷ്യർക്ക് അടുത്ത മനുഷ്യനോടുള്ള ഉത്തരവാദിത്വം അവന്റെ ന്യൂനത വെളിപ്പെടുത്താനല്ല, ഉണ്ടെങ്കിൽ മറച്ചു വെക്കാനാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് ഒരാൾ വ്യഭിചരിച്ചാൽ 4 സാക്ഷി ഹാജരാക്കാൻ പറയുന്നത്. എന്തിനാണ് 4 സാക്ഷി ഹാജരാക്കാൻ പറയുന്നത്? എന്തിനാണ്? ഈ 4 സാക്ഷികളെ ഒരാൾ ഹാജരാക്കിയിട്ട് ആരെങ്കിലും വ്യഭിചരിക്കാൻ പോകും? 4 പേരെ വിളിച്ചിട്ട് ഞാൻ ഒരു പരിപാടി നടത്തിയിട്ട് അവിടെ നിന്നില്ല എന്ന് പറഞ്ഞിട്ട് 4 പേരോട് ഏൽപ്പിച്ചിട്ടാ പോവാ. അപ്പൊ അതിന്റെ അർത്ഥം എന്താ? 4 പേരെങ്കിലും അത് കണ്ടിരിക്കണം ഇവൻ വിചരിച്ചു എന്നുള്ളത്. ഇത് ഒരുത്തനും ഒന്നും അറിയാതെ, ഒരു സംഭവം അറിയാതെ അങ്ങോട്ട് പറയല്ലേ സംഭവങ്ങൾ. എന്ത് ദുനിയാവിത്? വെറുതെ അനാവശ്യങ്ങൾ ആരെ കുറിച്ച് പറഞ്ഞു പരത്തരുത്. നാളെ ആഖിറത്തിൽ വലിയ ശിക്ഷയായിരിക്കും. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. അതുകൊണ്ട് പറഞ്ഞോളി, അനാവശ്യങ്ങൾ പറഞ്ഞു വരുത്തുമ്പോ നമ്മൾ പൊരുത്തപ്പെടൂല. അതാരാണോ അത് വ്യക്തമായ തെളിവുകളടക്കം വന്ന് സമർപ്പിച്ചാൽ ഞാൻ അത് സ്വീകരിക്കും. ഇല്ല എങ്കിൽ ഞാൻ ഒരിക്കലും അത് സ്വീകരിക്കൂല. അനാവശ്യം പറഞ്ഞതും അനാവശ്യങ്ങൾ പറഞ്ഞു വരുത്തുകയും ചെയ്യുമ്പോൾ അവരോട് ഞാൻ ആഖിറത്തിൽ വെച്ച് ഇൻഷാ അല്ലാഹ് ഞാൻ അതിന് പരിഹാരം കണ്ടുകൊള്ളാം. അങ്ങനെ ഒരു തീരുമാനം എടുക്കുന്നവനാണ് ഞാൻ. അത് മതി. എനിക്ക് വേറെ ദുനിയാവിലത്തെ പരിഹാരമൊന്നും ആരുടെയും വേണ്ട. ഇൻഷാ അല്ലാഹ് ഞാൻ ഹദീസും ഖുർആനും പഠിച്ചിട്ട് ഞാൻ പറയാം. പടച്ചവനെ സഹായിക്കും. ഇൻഷാ അല്ലാഹ് പടച്ചവ സഹായിക്കും. ആരെല്ലാം എത്രയോ പ്രചാരങ്ങൾ ഏതെല്ലാം ഭാഗങ്ങളിൽ ബോംബ് അഴിച്ചുവിടുന്നു. എന്നിട്ട് എന്താ ആളുകൾക്ക് വല്ല കുറവുണ്ടോ?
ഈ കാണുന്ന ആളുകൾ കണ്ടില്ലേ, ഇരിക്കാൻ കസേര 2-3 ട്രിപ്പ് എടുത്ത് പിന്നെ നിൽക്കുക, വയസ്സന്മാര് പോലും നിൽക്കുക. നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും? അവരെ കൊണ്ട് പറ്റുന്ന തരത്തിലൊക്കെ അവരെടുത്ത് ഇനിയിപ്പോ എന്ത് ചെയ്യാൻ പറ്റും? അപ്പൊ അതുകൊണ്ട് അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ ഹഖായ ദീൻ കേൾക്കാൻ ആഗ്രഹിച്ചു വരുന്ന സാധുക്കളായ മനുഷ്യരാണ്. സാധുക്കളായ അല്ലാഹു അവർക്ക് അർഹമായ കൂലി നൽകട്ടെ. ഇവിടെ ഈ കഷ്ടപ്പെട്ട് നിൽക്കുന്നതിന്റെ പേരിൽ പടച്ചവനെ നീ മഹ്ശറിൽ നിർത്താതെ സ്വർഗത്തിലേക്ക് കടത്തണേ പടച്ചവനെ. ഹിസാബ് എളുപ്പമാക്കി കൊടുക്കണേ പടച്ചവനെ. ഈ നല്ല ദിവസത്തിൽ നമുക്ക് ദ്വാരക്കാം. അത് ആഗ്രഹിച്ചു വരുന്നവരാണ് പാവപ്പെട്ടവർ. ശ്രദ്ധിച്ചോളി, ഹദീസ് ശ്രദ്ധിച്ചോളി. دخل عمر رضي الله تعالى عنه على رسول الله صلى الله عليه وسلم وهو يبكي بكاء شديدا. ബഹുമാനപ്പെട്ട ഉമർ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു പൊട്ടിക്കരഞ്ഞ് അല്ലാഹുവിന്റെ റസൂലിന്റെ സവിധത്തിലേക്ക് കടന്നു വരികയാണ്. ബഹുമാനപ്പെട്ട നബിയുനാ റസൂലുള്ളാഹി തങ്ങളുടെ ഹദറത്തിലേക്ക് കടന്നു വന്നപ്പോ അല്ലാഹുവിന്റെ റസൂൽ ചോദിക്കുകയാ, മായുബകീക യാ ഉമർ, മായുബകീക യാ ഉമർ. ഉമറേ, നിന്നെ കരയിച്ച വസ്തുത എന്താ? എന്തിനാണ് ഉമറേ നീ കരയുന്നത്? ഉമറേ, ബഹുമാനപ്പെട്ട ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ബിൽ ബാബി ശാബുൻ വഹുവ യബ്കീ ബുകാൻ ശദീദാ ഖദ് അഹ്റക ഫുആദി. നബിയേ, അവിടുത്തെ സദസ്സിൽ വീടിന്റെ ഉമ്മറപ്പടിയിൽ ഒരു ചെറുപ്പക്കാരൻ പൊട്ടിക്കരഞ്ഞു നിൽക്കുന്നു. യാ റസൂലല്ലാഹ്, പൊട്ടിക്കരഞ്ഞു നിൽക്കുന്നു നബിയേ, പൊട്ടിക്കരയുന്നു നബിയേ. ഖദ് അഹ്റക ഫുആദി. അവന്റെ കണ്ണുനീര് കണ്ടപ്പോ, അവന്റെ അട്ടഹാസം കണ്ടപ്പോ, അവന്റെ ആവലാതി കേട്ടപ്പോ, അവന്റെ നിലവിളി കേട്ടപ്പോ എന്റെ ഹൃദയം തകർന്നു പോയി നബിയേ, എന്റെ ഹൃദയം തകർന്നു പോയി. യാ റസൂലല്ലാഹ്, ആദരവായ റസൂലുള്ളാഹി തങ്ങൾ പറയുകയാണ്, അദ്ഖിൽഹു യാ ഉമർ, അദ്ഖിൽഹു യാ ഉമർ. ഉമറേ, ആ ചെറുപ്പക്കാരനെ അകത്തേക്ക് കടന്നു വരാൻ പറയൂ ഉമറേ. ബഹുമാനപ്പെട്ട നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ ഉമർ റളിയല്ലാഹു അൻഹുവിന് അനുവാദം കൊടുക്കുകയും ആ ചെറുപ്പക്കാരൻ നിറകണ്ണുകളോടെ തുടിക്കുന്ന മനസ്സോടെ ഹബീബായ റസൂലുള്ളാഹി തങ്ങളുടെ ഹദറത്തിലേക്ക് വരികയാ. വഹുവ യബ്കീ ബുകാൻ ശദീദാ. അല്ലാഹുവിന്റെ റസൂലിന്റെ സവിധത്തിൽ വന്ന് പൊട്ടി എങ്ങലടിച്ച് കരഞ്ഞപ്പോ അല്ലാഹുവിന്റെ റസൂൽ ചോദിക്കുകയാണ്, മായുബ്കീക യാ ശാബ്, മായുബ്കീക യാ ശാബ്. ഏ ചെറുപ്പക്കാരാ, നിന്നെ കരയിച്ച വസ്തുത എന്താണ്? നിന്നെ കരയിച്ച വസ്തുത എന്താണ്? എന്തിനാണ് നീ കരയുന്നത്? ഇത്രത്തോളം പൊട്ടി കരയാനുള്ള കാരണം എന്തെന്ന് അല്ലാഹുവിന്റെ റസൂൽ ആ ചെറുപ്പക്കാരനോട് ചോദിച്ചപ്പോ ആ ചെറുപ്പക്കാരൻ പറയുകയാണ്, അബ്കതനീ ദുനൂബുൻ കസീറാ. നബിയേ, ഒരുപാട് പാപമാണ് ഞാൻ ചെയ്തു പോയത്. എണ്ണമറ്റ പാപങ്ങൾ ചെയ്ത ഒരുവനാണ് നബിയേ. വഖിഫ്തു മിൻ ജബ്ബാരിൻ അലയ്യാ. ഞാൻ എന്റെ റബ്ബിനെ ഭയപ്പെടുന്നു നബിയേ, ഞാൻ എന്റെ റബ്ബിനെ ഭയപ്പെടുന്നു നബിയേ. ഞാൻ ചെയ്ത പാപം അത്രത്തോളം വലുതാണ് യാ റസൂലല്ലാഹ്. ഹബീബായ തങ്ങൾ ആ ചെറുപ്പക്കാരനോട് പറയുകയാ, അഖ്ബിർനീ അൻ ദൻബിക യാ ശാബ്. ഏ ചെറുപ്പക്കാരാ, ഏ ബാല്യക്കാരാ, നീ ആ പാപം എന്നോടൊന്ന് പറയോ? ആ പാപം നീ എന്നോടൊന്ന് അറിയിക്കോ? ഹബീബായ റസൂലുള്ളാഹി തങ്ങളോട് ആ ചെറുപ്പക്കാരൻ പറയുകയാണ്, ആ കുഞ്ഞു ഹൃദയം വെമ്പലോടെ പറയുകയാണ്, ഇന്നി അസ്തഹി യാ റസൂലല്ലാഹ്. ഞാൻ ലജ്ജിക്കുന്നു നബിയേ, ഞാൻ ആ പാപങ്ങൾ പറയാൻ ലജ്ജിക്കുന്നു നബിയേ.
അള്ളാന്റെ റസൂല് പറയുന്നു, പ്രശ്നമില്ല, അഖ്ബിർനി, എന്നോട് പറയുക, ഇന്നല്ലാഹ യഗ്ഫിറു ദൻബക മിസ്ല സമാവാതി സബ്ഈൻ വൽ അറാളീന സബ്ഈൻ വൽ ജിബാല റവാസി. ആകാശങ്ങൾ, 7 ആകാശങ്ങളോളം പാവങ്ങളാണോ നിന്റെ വലുത്? ഏറ്റവും വലിയ ആകാശങ്ങളെക്കാൾ വലിയ പാപമാണോ നിന്റെ പാപം? 7 ഭൂമികളെക്കാൾ വലുതാണോ നിന്റെ പാപം? പർവ്വത സാനുക്കളെക്കാൾ വലുതാണോ നിന്റെ പാപം? എങ്കിൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ മുന്നിൽ പൊട്ടിക്കരഞ്ഞ് അവന്റെ പാപം ഏറ്റെടുത്ത് പറഞ്ഞാൽ അല്ലാഹു അവത് മാപ്പാക്കി തരും ചെറുപ്പക്കാരാ. അതുകൊണ്ട് അഖ്ബിർനി അന്നൻബിക, നിന്റെ പാപം ഒന്ന് പറയണേ എന്ന് ബഹുമാനപ്പെട്ട നബി തങ്ങൾ പറഞ്ഞപ്പോ, ഇല്ല യാ റസൂലല്ലാഹ്, ഇന്നി അസ്തഹയി യാ റസൂലല്ലാഹ്, എന്റെ പാപം 7 ആകാശത്തെക്കാൾ വലുതാണ് നബിയേ, 7 ഭൂമികളെക്കാൾ വലുതാണ് നബിയേ, പർവ്വത സാനുക്കളെക്കാൾ വലുതാണ് നബിയേ. അത് അങ്ങയുടെ സവിധത്തിൽ തുറന്നു പറയാൻ ഞാൻ ലജ്ജിക്കുന്നു യാ റസൂലല്ലാഹ്. അല്ലാഹുവിന്റെ റസൂൽ ആ ചെറുപ്പക്കാരനായ സഹാബിയോട് ചോദിക്കുകയാണ്, ദംബുക അഅലം അം ഇലാഹുൻ അഅലം, ദംബുക അഅലം അമിൽ കുർസിയോ, ദംബുക അഅലം അമിൽ അർശിയോ, അൽ അർശോ, അർശാണോ വലുത്, നിന്റെ പാപമാണോ വലുത്? ഇല്ല നബിയെ, അർശിനേക്കാൾ എന്റെ പാപം വലുതാണ്. കുർസിയാണോ വലുത്, നിന്റെ പാപമാണോ വലുത്? ഇല്ല നബിയെ, കുർസിയേക്കാൾ എന്റെ പാപമാണ് വലുത് നബിയേ. ദംബുക അഅലം അം ഇലാഹുക, പാപമാണോ വലുത്, അതല്ല നിന്റെ റബ്ബാണോ വലുത്? യഅനി അഫു അല്ലാഹ്, അല്ലാഹുവിന്റെ കാരുണ്യമാണോ അവന്റെ പശ്ചാത്താപമാണോ വലുത്? ഉടനെ ആ ചെറുപ്പക്കാരൻ പറയുകയാണ്, നബിയേ, എന്റെ റബ്ബിന്റെ ഓശാരമാണ് വലുത്, അവന്റെ പാപമോചനമാണ് വലുത്. പക്ഷേ ഞാൻ ലജ്ജിക്കുന്നു യാ റസൂലല്ലാഹ്, എന്റെ പാപം അത്രത്തോളം വലുതാണ് നബിയേ. ഇന്നി അസ്തഹി യാ റസൂലല്ലാഹ്, ഞാൻ ലജ്ജിക്കുന്നു, എന്റെ പാപം അത്രയ്ക്കും വലുതാണ്. അത്രയ്ക്കും വലിയ പാപം നീ ചെയ്തോ, ഇത്രയും വലിയ പാപം നീ ചെയ്തോ. വലിയ പാപം ചെയ്ത സഹാബിയുടെ സംഭവം, ഇല്ലാത്തൊരു സംഭവം. എന്താണപ്പാ ഈ പാപം? ഇത്രയും വലിയ പാപം, ആകാശഭൂമികളെക്കാൾ വലിയ പാപം. അപ്പൊ ഇയാൾക്ക് മാപ്പുണ്ടോ? അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ പാപങ്ങളെല്ലാം മാപ്പാക്കി തരുമാറാകട്ടെ. നമ്മുടെ വിഷമങ്ങളും പ്രയാസങ്ങളും അല്ലാഹു മാറ്റി തരുമാറാകട്ടെ. നമ്മുടെ എല്ലാ തെറ്റുകുറ്റങ്ങളെ അല്ലാഹു പുറത്തു തരുമാറാകട്ടെ. എത്ര വലിയ പാപമാണെങ്കിലും പടച്ച തമ്പുരാൻ മാപ്പാക്കി തരുമാറാകട്ടെ. ഒരു 10 മിനിറ്റ് സമയം ഇതൊന്ന് ചോദിക്കാൻ. നല്ല മാസം, കഴിഞ്ഞ വർഷം നിങ്ങൾ എല്ലാവരും ആത്മാർത്ഥമായി സഹകരിച്ചവരാണ്. ഞാനത് പറഞ്ഞ് തീരുന്നതിന് മുമ്പ് വലിയ പാവം എന്താന്നുള്ളതും അയാൾക്ക് അല്ലാഹ് എങ്ങനെ പശ്ചാത്തലം, അള്ളാഹു അദ്ദേഹത്തിന്റെ പശ്ചാത്തലം എങ്ങനെ സ്വീകരിച്ചത് വലിയൊരു സംഭവം. ഒന്ന് കേട്ടോളി, കേൾക്കാതെ പോരുത്. കേട്ട് കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിന് അല്ലാഹ് നമ്മൾ ചെയ്ത പാവം എല്ലാം മാപ്പാക്കുമല്ലോ എന്നൊരു ചിന്ത നമുക്കുണ്ടാകും. ഇൻഷാ അല്ലാഹ് ഈ പുണ്യമായ സദസ്സിൽ ഒരു 3 സ്വലാത്ത് അല്ലാഹുവിന്റെ റസൂലിന്റെ ഹദ്റത്തിലേക്ക് പോകട്ടെ. സല്ലല്ലാഹു عليه وسلم. اللهم صل على محمد يا ربي صل عليه وسلم. അല്ലാഹുവേ, ഈ സലാത്തിനെ ഹബീബായ തങ്ങളുടെ ഹളറത്തിലേക്ക് എത്തിച്ചു കൊടുക്കണേ അല്ലാഹ്. അല്ലാഹുവേ, ഈ സലാത്തിനെ ഹബീബായ തങ്ങളുടെ ഹളറത്തിലേക്ക് എത്തിക്കണേ അല്ലാഹ്. പടച്ചവനെ, ഈ സലാത്തിനെ നീ സ്വീകരിക്കണേ അല്ലാഹ്. ഒരുമിച്ച് കൂടിയ ഞങ്ങളുടെ ഈ സലാത്തിനെ നീ റൗളയിൽ എത്തിക്കണേ അല്ലാഹ്. ഞങ്ങൾക്ക് അവിടുത്തെ ഹൗദുൽ കൗസർ കുടിപ്പിക്കണേ അല്ലാഹ്. അവിടുത്തെ ശഫാഅത്ത് നൽകണേ അല്ലാഹ്. ഈ പുണ്യമായ ദിവസത്തിൽ ഒരുമിച്ച് കൂടിയ ഞങ്ങളുടെ ഈ ഒരുമിച്ച് കൂടലും ഞങ്ങൾ ചെയ്യുന്ന സദഖകളും ഞങ്ങളുടെ തൗബകളും നീ സ്വീകരിക്കാൻ ഈ സലാത്തിനെ സബബാക്കണേ റബ്ബേ. അല്ലാഹുവേ, ഞങ്ങളുടെ രോഗങ്ങൾ മാറ്റി തരാൻ ഈ സലാത്തിനെ സബബാക്കണേ അല്ലാഹ്. ഞങ്ങളുടെ കടങ്ങൾ വീട്ടി തരാൻ ഈ സലാത്തിനെ സബബാക്കണേ അല്ലാഹ്. ഞങ്ങളുടെ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കാൻ ഈ സലാത്തിനെ സബബാക്കുന്നു അല്ലാഹ്.
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ആ ചെറുപ്പക്കാരനായ സഹാബി പറയുകയാണ്, യാ റസൂലല്ലാഹ് കുന്തു അൻബുസുൽ ഖുബൂറ മുൻദു സിനീൻ ഇന്നി കുന്തു അൻബുസുൽ ഖുബൂറ മുൻദു സബ്ഇ സിനീൻ. നബിയേ, ഞാൻ ഖബർ മാന്തുന്ന ഒരു വ്യക്തിയായിരുന്നു നബിയേ. ഇന്നി കുന്തു റജുലൻ അബ്ബസാ ഫഅൻബുസുൽ ഖുബൂറ മുൻദു സബ്ഇ സിനീൻ. 7 വർഷമായി ഖബറുകൾ മാന്തിക്കൊണ്ട് ആ ഖബറിനകത്ത് വെക്കപ്പെട്ട മൃതശരീരത്തിൽ നിന്ന് കഫൻ തുണി പറിച്ചെടുത്ത് അത് കച്ചവടം ചെയ്യുന്ന ഒരു ചെറുപ്പക്കാരനായ വ്യക്തിയാണ് ഞാൻ. അങ്ങനെ ഞാൻ എന്റെ പണികൾ നടത്തിക്കൊണ്ടിരിക്കുന്ന മധ്യേ ഹത്താ മാതത് ജാരിയതും മിൻ ബനാത്തിൽ അൻസാർ. അൻസാർ സ്ത്രീകളിൽപ്പെട്ട ഒരു ചെറുപ്പക്കാരിയായ പെണ്ണ്, അവൾ മരിച്ചപ്പോ ഫനബസ്തു ഖബറഹാ, അവളുടെ മയ്യത്ത് കൊണ്ടുപോയി വെച്ച ഖബർ ഞാൻ ആരോരുമില്ലാത്ത സമയത്ത് ഞാൻ തോണ്ടി നബിയേ. ആ ഖബർ ഞാൻ മാന്തി നബിയേ. ഫഖറജ്തു കഫനഹാ, അവളുടെ ശരീരത്തിൽ പൊതിഞ്ഞ കഫൻ തുണി ഞാൻ പറിച്ചെടുത്തു നബിയേ. ഫമളൈതു ഗൈറ ബഈദ്, സുന്ദരിയായ വെളുത്തു തൊടുത്ത അൻസാരികളിൽപ്പെട്ട ഒരു പൊന്നുമോൾ ആ മയ്യത്ത് ഖബറിൽ കിടക്കുമ്പോ ആ തുണിയുമായി ഞാൻ മെല്ലെ അവിടെ നിന്ന് നീങ്ങുമ്പോ ഇത് ഗലബ അലയ്യ ശൈത്താൻ, പിശാച് എന്നിലേക്ക് കടന്നു വന്നു നബിയേ. എന്റെ ശരീരത്തെ അവളിലേക്ക് ആകർഷിച്ചു നബിയേ. ഫറജഅതു ഇലൈഹാ, ഞാൻ അങ്ങനെ അവളിലേക്ക് മടങ്ങിയിട്ട് ഫജാമഅതുഹാ, അവളുമായി ശാരീരിക ബന്ധം സ്ഥാപിച്ചു നബിയേ. ഞാൻ അവസാനം എന്റെ ആ വൃത്തിഹീനമായ പണി കഴിഞ്ഞ് ഫമളൈതു ഗൈറ ബഈദ്, ഞാൻ ആ ഖബറിൽ നിന്ന് മെല്ലെ മുകളിലേക്ക് കയറിയപ്പോ ഇത് ഖാമത്തുൽ ജാരിയ, ആ ഖബറിൽ ആ പെണ്ണ് എഴുന്നേറ്റ് നിന്നുകൊണ്ട് ഒരു അശരീരി കേൾക്കുന്നത് പോലെ ഞാൻ കേൾക്കുകയാണ്. വൈലക യാ ശാബ്, വൈലക യാ ശാബ് ഔഖഫ്തനി ജുനുബൻ ബൈന അസാകിരിൽ മൗതാ. എടാധികാരിയായ ചെറുപ്പക്കാരാ, അഹങ്കാരിയായ ചെറുപ്പക്കാരാ, അല്ലാഹുവിന്റെ ഇഷ്ടദാസന്മാരുടെ ഇടയിൽ ഒരു വലിയ ശുദ്ധിക്കാരിയായി എന്നെ നിക്ഷേപിച്ച മോനെ, എന്നെ നിക്ഷേപിച്ച വ്യക്തിയെ, ലാ തസ്തഹി ദയ്യാന മിൻ യൗമിദ്ദീൻ, പടച്ച റബ്ബിനെ നീ ഭയപ്പെടാത്തവനായ ധിക്കാരിയായല്ലോ. അലാ തസ്തഹി, നാളെ റബ്ബിന്റെ കോടതിയെ നീ ലജ്ജിക്കുന്നില്ലേ? നാളെ മർദിതർക്ക് വേണ്ടി അവൻ നീതി വാങ്ങാൻ വേണ്ടി അവന്റെ സിംഹാസനത്തിലിരിക്കുമ്പോ ആ ഒരു രംഗത്തെ നീ ഭയപ്പെടുന്നില്ലേ ചെറുപ്പക്കാരാ? നിനക്ക് നാശം, നിനക്ക് നാശം, നിനക്ക് നാശം എന്നൊരശരീരി ഞാൻ കേട്ടു യാ റസൂലല്ലാഹ്. ഞാൻ ഭയപ്പെട്ടുകൊണ്ട് പശ്ചാത്തപിച്ചു നബിയേ. പക്ഷേ എന്റെ മനസ്സിന് സമാധാനമില്ല ഹബീബേ. ഞാൻ അവിടുത്തെ സദസ്സിൽ വന്നതാണ്, എനിക്ക് മാപ്പുണ്ടോ? ഫഹല്ലി മിൻ തൗബാ, ഫഹല്ലി മിൻ തൗബാ, എനിക്ക് മാപ്പുണ്ടോ നബിയേ? ഫവസബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വഹുവ യദ്ഫഉ ഫീ ഖഫാ. അല്ലാഹുവിന്റെ റസൂൽ ഇത് കേട്ട മാത്രയിൽ സടകുടഞ്ഞെഴുന്നേൽക്കുകയാണ്. വളരെ ഗൗരവത്തോടെ അല്ലാഹുവിന്റെ റസൂൽ ചാടി എഴുന്നേറ്റ് ആ സഹോദരന്റെ പിടലയിൽ തട്ടിയിട്ട് ഖുറുജു മിന്നീ, ഓ
ഉഖ്റുജു മിന്നീ, ഇറങ്ങിപ്പോകൂ എന്റെ സദസ്സിൽ നിന്ന്, അള്ളാന്റെ ശിക്ഷയെങ്ങാനും ഈ സദസ്സിൽ ഇറങ്ങുമെന്ന് ഞാൻ ഭയപ്പെടുന്നു, എന്നിൽ നിന്ന് ഇറങ്ങിപ്പോകണേ എന്ന് അള്ളാന്റെ റസൂൽ ആ ചെറുപ്പക്കാരനോട് പറയുമ്പോ ഫഖറജ തായിബാ ഇലൽ ജബലി, മലഞ്ചരവുകളിലേക്ക് പാറമടകളിലേക്ക് ആ ചെറുപ്പക്കാരനായ സഹാബി നിറകണ്ണുകളോടെ നീറുന്ന മനസ്സോടെ പശ്ചാത്താപത്തോടെ 40 ദിവസം മലമുകളിൽ പോയി പശ്ചാത്തപിക്കുകയാണ്. പശ്ചാത്തപിച്ച് പൊട്ടിക്കരയുകയാ നിറകണ്ണുകളോടെ റബ്ബിലേക്ക് തന്റെ പാപം സമർപ്പിക്കുകയാ. ഫലമ്മാ തമ്മലഹു 40 ലൈല, 40 ദിനരാത്രങ്ങൾ ആ പർവ്വതത്തിന്റെ മുകളിൽ പോയി റബ്ബിന്റെ മുന്നിൽ പൊട്ടിക്കരഞ്ഞ ചെറുപ്പക്കാരൻ 40 ദിവസം കഴിഞ്ഞപ്പോ തന്റെ മുഖത്തെ ആകാശത്തേക്ക് ഉയർത്തുകയാ. ഫഖാല, ആ ചെറുപ്പക്കാരൻ പറയുകയാണ്, യാ ഇലാഹ ആദമ വ ഹവ്വാ, ആദമിന്റെ നാദാ, ഹവ്വാ ബീവിയുടെ റബ്ബേ, മുഹമ്മദ് നബിയുടെ നാദാ, ഇൻ ഗഫർത ലീ ഫഅലിം മുഹമ്മദൻ വഅസ്ഹാബഹു, ഞാൻ ഈ 40 ദിവസം നിന്നോട് പൊട്ടിക്കരഞ്ഞ കണ്ണുനീരുണ്ടല്ലോ, അത് നീ സ്വീകരിച്ചുവെങ്കിൽ നീ പുറത്തു തന്നുകൊണ്ട് മുഹമ്മദ് നബിയെയും അവിടുത്തെ അനുയായികളെയും നീ അറിയിക്കണേ റബ്ബേ. വഇല്ലാ, ഇനി നീ എനിക്ക് മാപ്പ് നൽകിയിട്ടില്ല എങ്കിൽ ഫഅർസിൽ നാറം മിനസ് സമാ, ആകാശ ലോകത്ത് നിന്ന് നീ തീയിറക്കണേ അല്ലാഹ്. ഫാഹിരിക്നീ, എന്നെ കരിക്കണേ റബ്ബേ, എന്നെ കരിക്കണേ റബ്ബേ. വനജിനി മിൻ അദാബിന്നാർ, നാളെ നരകത്തിന്റെ തീയിൽ നിന്ന്, നരകത്തിന്റെ ശിക്ഷകളിൽ നിന്ന് എന്നെ ഒന്ന് രക്ഷപ്പെടുത്തണേ അല്ലാഹ്. ഈ ദുനിയാവിൽ എന്നെ നീ നശിപ്പിച്ചാലും ആഖിറത്തിൽ നിന്ദിക്കല്ലേ അല്ലാഹ്. ബഹുമാനപ്പെട്ട ചെറുപ്പക്കാരനായ സഹാബി 40 ദിവസം റബ്ബിന്റെ കോടതിയിൽ നിറകണ്ണുകളോടെ തന്റെ ആവലാതി ബോധിപ്പിച്ചപ്പോ നസലൽ അമീൻ മലക് ജിബ്രീൽ അലൈഹിസ്സലാം, ബഹുമാനപ്പെട്ട ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഇറങ്ങി വന്നുകൊണ്ട് അല്ലാഹുവിന്റെ റസൂലിന്റെ സവിധത്തിൽ വന്ന് നബി തങ്ങൾക്ക് സലാം ചൊല്ലുകയാണ്. ഹബീബേ, അല്ലാഹു അങ്ങേക്ക് സലാം പറഞ്ഞിരിക്കുന്നു, സലാം അടക്കൂ നബിയേ. അല്ലാഹുമ്മ അന്തസ്സലാം വമിൻകസ്സലാം വഇലൈക യർജിഉസ്സലാം. ശേഷം ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിക്കുകയാണ്, നബിയേ, അല്ലാഹു എന്നോട് ചോദിക്കാൻ പറഞ്ഞിരിക്കുകയാണ്, അന്ത ഖലഖതൽ ഖൽഖ അം ഖലഖല്ലാഹ്, നബിയേ, താങ്കളാണോ സൃഷ്ടികളെ സൃഷ്ടിച്ചത്, അതല്ല അല്ലാഹുവാണോ സൃഷ്ടികളെ സൃഷ്ടിച്ചത്? ബഹുമാനപ്പെട്ട നബി തങ്ങൾ പറഞ്ഞു, ബൽ ഖലഖനി വ ഖലഖഹും, അല്ലാഹുവാണ് എന്നെയും ഈ ലോകത്തുള്ള സകല ചരാചരങ്ങളെയും സൃഷ്ടിച്ചത്. വീണ്ടും ജിബ്രീൽ ചോദിക്കുകയാണ്, അന്ത തർസുഖുഹും അം റസഖല്ലാഹ്, നിങ്ങളാണോ അവർക്ക് വിഭവങ്ങൾ നൽകുന്നത്, അതല്ല പടച്ചവനാണോ നൽകുന്നത്? നബി തങ്ങൾ മറുപടി പറഞ്ഞു, അല്ലാഹുവാണ് എനിക്കും ഈ ലോകത്തുള്ളവർക്കും റിസ്ക് നൽകുന്നത്. മൂന്നാമതായി ജിബ്രീൽ ചോദിക്കുന്നു, അന്ത തതൂബു അലൈഹിം ഔ യതൂബുല്ലാഹ്, നബിയേ, കണ്ണുകളോടെ അവിടുത്തെ സദസ്സിലേക്ക് വരുന്നവർക്ക് മാപ്പ് ചെയ്തു കൊടുക്കുന്നത് അങ്ങാണോ അല്ലാഹുവാണോ? പശ്ചാത്താപം സ്വീകരിക്കുന്നത് അല്ലാഹുവാണോ അങ്ങാണോ? നബിയേ, നബിയുനാ റസൂലുള്ളാഹി തങ്ങൾ പറയുകയാണ്, ഇല്ല ഇല്ല, അല്ലാഹുവാണ് മാപ്പ് ചെയ്യുന്നത്, അല്ലാഹുവാണ് മാപ്പ് ചെയ്യുന്നത്. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറയുകയാണ്, തുബ് അലാ അബ്ദിൻ തുബ
തുബ് അലാ അബ്ദിൻ ഫഇന്നല്ലാഹ താബ അലൈഹി. നബിയേ, ഖബർമാദിയായ ചെറുപ്പക്കാരനായ മനുഷ്യൻ തന്റെ ഖബറിൽ വെച്ച് വൃത്തിഹീനമായ പ്രവൃത്തി ചെയ്തിട്ട് അവിടുത്തെ സദസ്സിൽ സമാധാനത്തിന് വേണ്ടി വന്നപ്പോ ആട്ടിപ്പായിച്ചില്ലേ നബിയേ? ആ ചെറുപ്പക്കാരൻ 40 ദിവസം നിറകണ്ണുകളോടെ റബ്ബിലേക്ക് പശ്ചാത്തപിച്ചു. അല്ലാഹു അദ്ദേഹത്തിന് പുറത്തു കൊടുത്തു നബിയേ, പുറത്തു കൊടുത്തു നബിയേ. അങ്ങേക്ക് സന്തോഷ വർത്തമാനം അറിയിക്കൂ യാ റസൂലല്ലാഹ്. ചെറുപ്പക്കാരാ, ചെറുപ്പക്കാരാ, പരിശുദ്ധ റമളാനാണ്. ഈ റമളാനിൽ നമ്മുടെ പാപം പൊറുക്കപ്പെട്ടിട്ടില്ല എങ്കിൽ അവൻ റഹ്മത്തിൽ നിന്നും കാരുണ്യത്തിൽ നിന്നും മഗ്ഫിറത്തിൽ നിന്നും വിദൂരമാകട്ടെ എന്ന് അല്ലാഹുവിന്റെ റസൂൽ ദുആ ചെയ്ത മാസമാണ്. ഖബർമാദിയായ ചെറുപ്പക്കാരന് പോലും അല്ലാഹു മാപ്പ് ചെയ്തുവെങ്കിൽ ഉടനെ നബി തങ്ങൾ സഹാബത്തിനെ വിളിച്ചിട്ട് പറയുകയാണ്, ഏ സഹാബത്തേ, ആ ചെറുപ്പക്കാരൻ അല്ലാഹു മാപ്പ് ചെയ്തു സഹാബത്തേ. വബശറഹു ബിൽ ജന്ന, അല്ലാഹു സ്വർഗ്ഗം കൊണ്ട് സന്തോഷ വർത്തമാനം അറിയിച്ചിരിക്കുന്നു നബിയെ. സഹാബത്തേ, അദ്ദേഹത്തെ ഇത് അറിയിക്കണേ സഹാബത്തേ, അറിയിക്കണേ സഹാബത്തേ. പാപങ്ങൾ ചെയ്ത നമുക്ക് റബ്ബിന്റെ കോടതിയിൽ പരിഹാരമുണ്ട്, പരിഹാരമുണ്ട്. എത്രത്തോളം വലിയ പാപം ചെയ്താലും പശ്ചാത്തപിക്കണേ, പശ്ചാത്തപിക്കണേ, പശ്ചാത്തപിക്കണേ. ഏതു വലിയ പാപവും മാപ്പാക്കുന്നവൻ അല്ലാഹുവാണ്. പടച്ച തമ്പുരാൻ 70 ഉമ്മമാരെ